ഇത് ശിവപുരം ഗ്രാമം. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ഏറെ പ്രത്യേകതകളോടെ ഒരു കുഞ്ഞ് ജനിച്ചു. മൈക്കിൾ ജാക്സന്റെ കടുത്ത ആരാധികയും നർത്തകിയുമായ ടെസി പ്രസവിച്ച ഈ കുഞ്ഞിനെ അവൾ മൈക്കിൾ എന്ന് പേരിട്ടു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ടെസിയുടെ ഭർത്താവിൻ്റെ പേര് ജാക്സൺ എന്നായതുകൊണ്ട് അവൻ മൈക്കിൾ ജാക്സനായി. 1 2 1 2 3 1 2 1 2 3 തള്ളയുടെയും പിള്ളയുടെയും ഒരു ഡാൻസ് പ്രേമം. ഇന്നത്തെ തുള്ളല് കഴിഞ്ഞ ഷാപ്പിൽ വെച്ച് ബെഞ്ചമിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നീ ഇവന് മൈക്കിൾ എന്ന് പേരിട്ടത് മനഃപൂർവ്വമാണല്ലേ? അനാവശ്യം പറയരുത്. ഒരു മൈക്കിൾ ജാക്സൺ എടുത്തോട്ട് പൊയ്ക്കോടെ എന്റെ മുന്നിൽ നിന്ന്, ഇല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കും ഞാൻ. ഒരു കൊച്ചു കുഞ്ഞല്ലേ, നിങ്ങളവന്റെ പപ്പയല്ലേ? പപ്പ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പള്ളിക്കൂടത്തിൽ പോയി മര്യാദയ്ക്ക് പഠിച്ചോളാം, ഇല്ലെങ്കിൽ ഡാൻസ് പാട്ടെന്ന് പറഞ്ഞാലോട്ടല്ല ചന്തിയിൽ ചട്ടു പഠിപ്പിച്ച് വയ്ക്കും ഞാൻ. വാ. മോനിവിടെ ഇരുന്നേ. എന്റെ പൊന്നുമോൻ ഇന്നലെ പപ്പ വഴക്ക് പറഞ്ഞപ്പോ പേടിച്ചു പോയോ? പപ്പയ്ക്ക് മോന്റെ ഡാൻസ് കാണുന്ന ഇഷ്ടമില്ലേലും മമ്മയ്ക്ക് മോന്റെ ഡാൻസ് കാണാൻ വലിയ ഇഷ്ടം. പപ്പ പോയി, മോനൊന്ന് ഡാൻസ് ചെയ്തേ, മമ്മി ഒന്ന് കാണട്ടെ. ചെല്ലു കുട്ടാ. പിതാവായ ജാക്സന്റെ നിയന്ത്രണ രേഖ മറികടന്ന് മൈക്കിൾ ഡാൻസിന്റെ മായാലോകത്ത് മതിമറന്ന് തിമിർക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചേരികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, ഭീകരമരണത്തിൻ കാലടി കേട്ടു ഞാൻ, പാപമെനിക്കുള്ളിൽ ഭീതി വളർത്തുന്നു, സാത്താൻ നിറയും മമ്മേ, എങ്ങനുണ്ട്? എന്റെ പൊന്നുമോൻ കളിച്ചോ? തനിക്ക് താങ്ങും തണലുമായ അമ്മയുടെ മരണത്തെ തുടർന്ന് പപ്പയുടെ എതിർപ്പുകൾ അവഗണിക്കാൻ കഴിയാതെ വന്നപ്പോൾ തനിക്ക് ജന്മനാ കിട്ടിയ കഴിവുകൾ, നൃത്തച്ചുവടുകൾ മനഃപൂർവ്വമല്ലെങ്കിലും അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. മതി പപ്പ. എന്താ മൈക്കിൾ ജാക്സൺ ഒരു ആലോചന? പുതിയ ഡാൻസിനെ കുറിച്ചായിരിക്കും ഇല്ലയോ? മൈക്കിൾ ജാക്സൺ അല്ലയോ? എന്താ നോക്കി പേടിപ്പിക്കുന്ന?
പോളെ. ഒരാവശ്യമില്ലായിരുന്നു. എടാ മൈക്കിളെ, എടാ മൈക്കിൾ ജാക്സ, എടാ നിനക്ക് ആടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ അറിയാവോടാ? എന്താ ഒന്നും മിണ്ടാത്തെ? ആടാനും പാടാനും അറിയാത്ത നിനക്കാരാടാ മൈക്കിൾ ജാക്സൺ എന്ന് പേരിട്ടത്? കഷ്ടം. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. നല്ല അനുസരണയുള്ള കുട്ടികൾ. ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. നാളെ DO വരുന്നുണ്ട്. DO എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ. ഓ, ഞങ്ങൾക്കറിയാം സർ. ഒരു മിന്നൽ പരിശോധനയ്ക്കാണ് അദ്ദേഹം വരുന്നത്. സാറേ മിന്നൽ മാത്രമേ ഉള്ളോ അതോ ഇടിയും ഉണ്ടാവുമോ? ആഹാ, നിനക്കൊക്കെ ഒരു ഇടിയുടെ കുറവ് ഞാൻ കാണുന്നുണ്ട്. സൈലന്റ്. ശൈലം വന്നില്ല സർ. യു സ്റ്റാൻഡ് അപ്പ്. എന്താണ് നീ പറഞ്ഞത്? ശൈലം വന്നില്ല സർ. അവന്റെ അമ്മ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. നിന്നോട് ചോദിച്ചോ? എന്നോട് എന്തിനാ ചോദിക്കുന്നത് സർ? അവന്റെ അമ്മയല്ലേ അവൻ ആശുപത്രി കൊണ്ടുപോയത്. ഓ, നീ അതിസാമർത്ഥ്യക്കാരനാണല്ലേ? ഓ, എന്തോടാ നിന്റെ പേര്? പേര് പറയടാ. തർക്കുത്തരം പറയുന്നോടാ. ഇന്ന് ഞാൻ സാറേ അത് തന്നെയാ അവന്റെ പേര്. വെരി ഗുഡ്. അപ്പൊ നിനക്ക് പാടാൻ അറിയാവോ? ഇല്ല സർ. വെരി ബാഡ്. ഡാൻസോ? എടാ ചോദിച്ച കേട്ടില്ലേടാ? ഡാൻസ് ചെയ്യാൻ അറിയാവോന്ന്? ഇല്ല സർ. പിന്നെ എന്തോന്ന് മണക്കോസ് ജാക്സൺ ആടാ? അയ്യടാ. എടാ നീ എന്തിനാടാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ എന്താ തുള്ളിച്ചാടണോ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഹായ്, ഗുഡ് ഐഡിയ. സോണിയ, നീ മിടിക്കുകയാണല്ലേ. ഞാൻ ഏറ്റു. എന്താടാ എന്തു പറ്റി? എന്നെ ഡാൻസ് പഠിപ്പിക്കണം. നാളെ തന്നെ ഏർപ്പാടാക്കണം. ഒരാഴ്ച ആയിട്ട് ശരിയാക്കാം. നാളെ തന്നെ ഏർപ്പാടാക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ. ശരി, നാളെ തന്നെ ഏർപ്പാടാക്കാം. ഹായ്. ഹലോ, പോപ്പ് സ്റ്റാർ മൈക്കിൾ ജാക്സൺ. നീ എന്താ വിളിച്ചേ? പോപ്പ് സ്റ്റാർ മൈക്കിൾ ജാക്സൺ എന്ന്. എന്താടാ നീ വിളിച്ചേ? എന്താണ് നീ മൈക്കിൾ ജാക്സൺ അല്ലേ? ആണേ. നീ മൈക്കിളെന്നല്ലേ എപ്പോഴും വിളിക്കുന്നത്? ഇപ്പോഴെന്താ ഒരു പോപ്പ് സ്റ്റാർ? ചുമ്മാ. ലോക പ്രശസ്തനായ മൈക്കിൾ ജാക്സന്റെ അത്രയില്ലെങ്കിലും നീ ഇന്ന് കേരളത്തിന്റെ പ്രശസ്തനായ മൈക്കിൾ ജാക്സൺ അല്ലേ? അയ്യോ, എനിക്ക് വയ്യ. ഈ കോളേജിലെ പല പെമ്പിള്ളേരും നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും കൊതിച്ച് നടക്കല്ലേ എന്റെ മച്ചു. നടക്കും. ഇങ്ങ് വരട്ടെ, അവളുമാരുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഓ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. രാവിലെ തന്നെ ഒരു ആലിംഗനവും ചുംബനവും ഒക്കെ കിട്ടിയായിരുന്നു. അതാരടെ? നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛന്റെ. അച്ഛനിപ്പോ ഇവനോട് ഭയങ്കര സ്നേഹ. കോളേജ് ഇനാഗുറേഷന് ഇവന്റെ പ്രോഗ്രാം തന്നെ വേണമെന്ന് പറഞ്ഞതേ പ്രിൻസിപ്പൽ അച്ഛനാ. ആണോ? അടെ, നമ്മളെ ഡാൻസ് ആടാ ചെയ്യാൻ പോകുന്നേ. ഏത് ഡാൻസ് ചെയ്യുന്നൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. അതോർത്ത് മക്കളാരും ടെൻഷൻ അടിക്കണ്ട. ഏതായാലും ഈ ഇനോഗ്രേഷനെ നീ തകർക്കണം. ഇവൻ തകർക്കുമ്പോ തകരുന്ന ഒരുത്തനുണ്ട് ഇവിടെ.
പ്രോഗ്രാം അനൗൺസ് ചെയ്തു. മൈക്കിൾ ഇതുവരെ എത്തിയില്ലല്ലോ. അവനിത് എവിടെ പോയി കിടക്കുക? ഇപ്പോഴും ഞാൻ വിളിച്ചിരുന്നു, കിട്ടുന്നില്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിനാണല്ലോ പറഞ്ഞത്. വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഇല്ലടി, അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? നമുക്ക് ഈ പ്രോഗ്രാം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കാനുള്ള ആള് കൂടി എത്തിയാൽ ഓക്കെ. മൈക്കിൾ ഇതുവരെ എത്തിയില്ലേ? ടെൻഷൻ അടിക്കാതെ, അവൻ ഇപ്പൊ എത്തും. തൽക്കാലം നിങ്ങൾ ഈ ചുറ്റിക്കളി ഒന്ന് അവസാനിപ്പിക്കാവോ? മൈക്കിൾ ഇല്ലേലും വേണ്ടൂല. നിങ്ങൾ 4 പേരും കൂടി സ്റ്റേജിൽ കയറി ഒന്ന് തുടങ്ങി തരുമോ? അവനില്ലാതെ ഞങ്ങൾ കയറണമെന്നാണോ പറയുന്നത്? ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച പേര് കളയണമെന്നാണോ ചെയർമാൻ പറയുന്നത്? അച്ഛന്റെ തെറി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ബാക്കി തെറി വേണമെങ്കിൽ ഞങ്ങളും കേട്ടോളാം. എന്താണോ അവിടെ എത്ര വലിയ ബഹളം? ഇതുവരെ പ്രോഗ്രാം തുടങ്ങിയില്ലേ? ഫാഷൻ പരേഡ് പോലെ നിരന്ന് നിൽക്കാതെ കാര്യം തുറന്ന് പറ. അച്ചോ, മൈക്കിൾ ഇതുവരെ എത്തിയില്ല. ഫോൺ വിളിച്ചിട്ട് അവനെ കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യേ, നല്ലൊരു മ്യൂസിക് ട്രാക്ക് സെലക്ട് ചെയ്യേ. മൈക്കിൾ ജാക്സൺ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ചുവടുകൾ വെക്കാം. എന്താ, അത് മതിയോ? എടാ പോയി അവന് വല്ല അപകടവും പറ്റിയെന്ന് അനൗൺസ് ചെയ്യേ. എന്നിട്ട് പ്രോഗ്രാം വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേ. കുന്തമിഴിഞ്ഞതുപോലെ നിൽക്കാതെ പോയി അനൗൺസ് ചെയ്യേ. ഹലോ. ഇല്ല, വിവരമൊന്നും കിട്ടിയില്ല. അറിയിക്കാം. ഹലോ. അത് അന്വേഷിക്കുന്നു. ശരി. പ്രശസ്ത യുവനർത്തകനും കോളേജ് വിദ്യാർത്ഥിയുമായ മൈക്കിൾ ജാക്സന്റെ തിരോധാനം കേരളത്തിലെ വിദ്യാർത്ഥികളും കലാസ്വാദകരും ഞെട്ടലോടെയാണ് കേട്ടത്. കോളേജിൽ നിന്ന് മിസ്സായിരിക്കുന്നത് നിസ്സാരക്കാരനായ ഒരു സ്റ്റുഡന്റ് അല്ല. ഹീസ് വെരി ഫേമസ്. എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കണം. ശ്രമിച്ചാ പോരാ, ആളെ കണ്ടുപിടിക്കണം. വിത്തിൻ 24 hours. അച്ചോ, എസ്.ഐ കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ കർത്താവേ, ഞാൻ ഇവന്മാരോട് ഇനി എന്ത് സമാധാനം പറയും? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ സാർ? ഞാൻ സബ് ഇൻസ്പെക്ടർ ഹരികുമാർ. ഈ കോളേജിലെ സ്റ്റുഡന്റ് മൈക്കിൾ ജാക്സന്റെ മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. എന്താ സാറിന് അറിയേണ്ടത്? അത് ഡെഡ് ബോഡി, കോളേജിലെ പറമ്പിലൊരു ഡെഡ് ബോഡി. അച്ചോ, കോളേജിലെ പറമ്പിലൊരു ഡെഡ് ബോഡി. അയ്യോ, ഡെഡ് ബോഡി. അഴിക്കടോ.
ലുക്ക് ഫാദർ, ഇതുപോലുള്ള പല മിസ്സിംഗ് കേസുകളും മർഡർ കേസുകളായി മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയ പല കേസുകളുണ്ട് അല്ലേ സാർ? സാർ അങ്ങനെയൊന്നും പറയരുത്. ഈ കുട്ടികൾക്ക് അത് വിഷമോ? ആരാ ഇവര്? ഇവരെല്ലാം മൈക്കിളിന്റെ അടുത്ത ഫ്രണ്ട്സാ. ഇങ്ങോട്ട് മാറിയെല്ലാരും. ശശാങ്ക സാർ വേണ്ട. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോ നിങ്ങളെയും സംശയിച്ചെന്ന് വരും. എന്റെ അന്വേഷണത്തിനിടയിൽ വേറെയും ഓഫീസേഴ്സ് വരും. ഏതായാലും നിങ്ങളുടെ കൂട്ടുകാരനെ ഉടനെ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോമോനെ എന്താ ഇത്? ബീർ മേടിക്കാനല്ലേ പറഞ്ഞത്? നമ്മൾ ബീർ മാത്രമല്ലേ കഴിക്കത്തുള്ളൂ. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടോ? വിനീതേ, നീ അവന്റെ മെക്കിട്ട് കയറണ്ട. ഞാനാ പറഞ്ഞ ഇത് മേടിക്കാൻ. ബിയർ കഴിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത് കഴിച്ചാ? നിങ്ങളുടെയൊക്കെ വിഷമം കണ്ടപ്പോ ഇന്ന് ഹോട്ടാക്കാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. ബിയർ കഴിച്ചാലും മദ്യം കഴിച്ചാലും നമ്മുടെ വിഷമം തീരില്ല. അത് മാറണമെങ്കിൽ മൈക്കിൾ നമ്മുടെ കൂടെ വേണം. സോണിയ, നിനക്ക് ഒഴിക്കട്ടെടി. ഞാനൊരു ചെറുത് കഴിക്കാം. അങ്ങനെ ഇപ്പൊ നീ കുടിക്കണ്ട. ഇതാർക്കടാ? നമ്മുടെ മൈക്കിളിന്. ശരിയാ, അവനില്ലാതെ നമ്മളിങ്ങനെ കൂടിയിട്ടില്ലല്ലോ. Cheers. 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 ആ SI എനിക്ക് ഒരു വിശ്വാസമില്ല. അയാളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണമില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു. ഒരാള് വന്ന് പറയുക നിങ്ങളുടെ മൈക്കിളിനെ കണ്ടെത്തി തരാന്ന്. കണ്ണു തുറന്ന് നോക്കിയപ്പോ മുന്നിൽ ഡാഡി. കണ്ടെത്തും. നിന്റെ അപ്പന് സർക്കാർ ഓഫീസിലല്ലേ ജോലി. മര്യാദയ്ക്കൊരു ഫയല് കണ്ടെത്താൻ സാധിക്കാത്ത ആളാ മൈക്കിളിനെ കണ്ടെത്തുന്നത്. ഇവള് കണ്ട സ്വപ്നം ഫലിക്കട്ടെ എന്ന എന്റെ പ്രാർത്ഥന. അതിനൊരാളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈക്കിളിനെ കണ്ടെത്താൻ കഴിയും. ഇതാരെടുത്ത് കുടിച്ചു? നമ്മളാരും എടുത്ത് കുടിച്ചില്ലല്ലോ. മൈക്കിളിനായിട്ട് നമ്മൾ മാറ്റിവെച്ചതല്ലേ?
ആരാ നിങ്ങള്? ഞങ്ങൾ ഇതുപോലെ എക്സ്ട്രാ ക്ലാസ്സിൽ ഒഴിച്ചു വെക്കുന്ന മദ്യം കുടിക്കാൻ വരുന്നവരാ അല്ലേ? ഇനിയും ഒഴിച്ചോ, ഞങ്ങള് കുടിച്ചോളാം. ഞങ്ങളുടെ മൈക്കിളിന് വേണ്ടി ഒഴിച്ചു വെച്ചത് നിങ്ങൾ എന്തിനാ കുടിച്ചത്? മൈക്കിൾ കുടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചു. അതുപോട്ടെ, ആരായി മൈക്കിൾ? ഞങ്ങളുടെ കൂട്ടുകാരനാ. നിങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ പിന്നെ അവനെ നിങ്ങളോട് ഇന്ന് കമ്പനി അടിക്കാതെ വിളിച്ചോണ്ട് പോ അവനെ. കഴിഞ്ഞ 3 ദിവസമായി അവനെ കാണുന്നില്ല. ആ ടെൻഷനില്ല ഞങ്ങളെല്ലാം. ആള് വെള്ളോടിക്കാരനാ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഇനി മുതൽ ഞങ്ങളായിരിക്കും നിങ്ങളുടെ മൈക്കിൾ. ഓക്കെ? അതെ അതെ അതെ, നിങ്ങൾ മദ്യം ഒഴിക്കുന്നു, ഈ മൈക്കിൾ അത് അടിക്കുന്നു. വീണ്ടും നിങ്ങൾ ഒഴിക്കുന്നു, ഈ മൈക്കിൾ അടിക്കുന്നു. അതെ അതെ, അങ്ങനെ ഞങ്ങൾ മാറി മാറി നിങ്ങളുടെ മൈക്കിളാവുന്നു അല്ലേ? പിന്നല്ല. അപ്പൊ ഇനി അടുത്ത കമ്പനിക്ക് വിളിക്കാൻ മറക്കണ്ട. ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗ്ലാസ് ഒഴിക്കാൻ വിളിക്കാൻ മറക്കല്ലേ. ഇന്നലെ നീ കണ്ട സ്വപ്നത്തിൽ ആരോ നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞില്ലേ? അതിനി ഇവരായിരിക്കും. ശരിയാ, നമുക്കവരെ തിരിച്ചു വിളിക്കാം. അവരെ ഒന്ന് വിളിക്കേ. സർ പ്ലീസ്. പിന്നെ ഒഴിച്ചോ. ഒന്നിങ്ങോട്ട് വരുമോ? തൽക്കാലം ഇവരുടെ കൂടെ കൂടുന്ന ബുദ്ധി അതായിരിക്കും ബുദ്ധി. എന്തായാലും അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും നിങ്ങളെ കമ്പനി വന്ന് കൂടിയില്ലേ? ഇനിയിപ്പോ ഇത് ഫിനിഷ് ചെയ്തിട്ട് പോയാ പോരെ? ഞങ്ങളങ്ങനെ എല്ലാ കമ്പനിയിലും കൂടുന്ന ആൾക്കാരല്ല അല്ല. അതെ, ഉള്ളിത്തറ കമ്പനി. പക്ഷെ ഞങ്ങൾക്ക് എന്തോ നിങ്ങളോടൊരു അടുപ്പം തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ഈ കമ്പനിക്ക് കൂടാം. പക്ഷെ ഇതിലും മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഇല്ലല്ലേ? സത്യം. നിങ്ങളുടെ മൈക്കിളിനെ കണ്ടുപിടിച്ച് അവനെ തട്ടിക്കൊണ്ടുപോയവനെ ഫിനിഷിങ് ചെയ്തിരിക്കും. തൽക്കാലം നമുക്ക് അത് അത് നല്ല ഐഡിയ. മകള് വന്നേ, വാ വാ വാ. ദാഹരിയേട്ടാ, മിസ് കോൾ ഉണ്ടായിരുന്നു. ഒരു ഹുസൈൻ സാഹിബ്. ഹുസൈൻ സാഹിബോ? ആരാ? പുതിയ DGP-യാ? അത് ശരി. നീ ഹുസൈൻ സാഹിബിനെ അങ്ങ് മറന്നോ? വിശാലമായ ഹാളിൽ നിന്ന് അതിവിശാലമായി നീ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. തെയ്യം തത്ത തെയ്യം തത്താന്ന്. ആ ഡാൻസുകൾ പണിയാനുള്ള കാശ് എവിടുന്ന് കിട്ടി? ആര് തന്നെന്നറിയോ? ഓർമ്മയുണ്ടോ ആ മുഖം? സോറി ഹരിയേട്ടാ, ആ ഹുസൈൻ സാഹിബ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ലായിരുന്നു. നീ അധികം സോറി ഒന്നും പറയണ്ട. പോകുന്ന വഴിക്ക് ഞാനൊന്ന് കണ്ടോളാം. ഓക്കെ? ശരി. ഹലോ, എന്തായി വൈദ്യരെ? അവൻ വന്നില്ലേ? നിങ്ങൾ ബേജാറാവാതിരിക്കുന്നു. വരും. താമസിച്ചാൽ അവന്റെ കാലം മുടന്തുണ്ടാവും. അത് നിങ്ങൾ സഹിക്കണം. ഞാൻ പിന്നെ വിളിക്കാം. സുലൈമാനെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ? പറഞ്ഞു ബാപ്പ. അപ്പോ മജീദ് ഭായി പറഞ്ഞ പോലെ ഒരു 2 ലക്ഷം രൂപ പള്ളിക്കാർ തരും. അതങ്ങ് എഴുതി കൊടുത്തേക്ക്. പടച്ചോന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാം ഭായി പറയുന്ന പോലെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അസ്സലാമലൈക്കും. സുലൈമാനെ. എന്താ ബാപ്പ? പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഔവക്ക സാഹിബിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 2 ലക്ഷം രൂപ ഇട്ട്. ആയിക്കോട്ടെ. അക്കൗണ്ട് നമ്പർ എന്റെ ഡയറിയിലുണ്ട്. ശരി ബാപ്പ. ഇതാര്? വരണം വരണം. സാർ ഇരിക്ക്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അത് പിന്നെ ആ കൊച്ച മിസ്സായ കേസ് സാറില്ല അന്വേഷിക്കുന്നേ? അതെ, ഞാൻ തന്നെയാ. എന്തായി? സംശയിക്കത്തക്കതായി ആരെങ്കിലും കിട്ടിയോ? ഓനെ ആരെങ്കിലും തട്ടിയത് തന്നെ ആയിരിക്കും അല്ലേ? എന്ന് പറയാറായിട്ടില്ല. എടോ ഹരിചന്ദ്രൻ സാറേ. ഹരിചന്ദ്രൻ അല്ല സാഹിബേ, ഹരികുമാർ. ഓ ആയിക്കോട്ടെ. ഞാൻ പറയാൻ വന്നത്, ഈ ഹുസൈൻ സാഹിബിനെ തറവാട്ടി കയറി വന്ന് പെണ്ണ് ചോദിച്ചതാവോൻ. ഓൻ ഉശിരുള്ളോനാ. ഇഷ്ടം പോലെ സ്നേഹവും ഓന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ജാതി മതം അത് മറന്നുകൊണ്ടുള്ള ഒരേർപ്പാടിനും ഹുസൈൻ സാഹിബിനെ കിട്ടൂല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചഴക്കരുത്.
ഹലോ രവി സർ. കുമാർ സാർ ഒന്ന് എഴുന്നേക്ക്. എഴുന്നേക്ക് സർ. സർ ഞാൻ ടിക്കറ്റ് എടുത്ത ഇവൻ ടിക്കറ്റ് എടുക്കാത്ത. ഒന്ന് എഴുന്നേക്ക്. സാറുമാരൊന്ന് എഴുന്നേക്ക്. ഒന്ന് ശല്യപ്പെടുത്താതെ രവി, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഓക്കെ ഷേവ് ചെയ്യുമ്പം നല്ല വെടിപ്പാട്ടി ഷേവ് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ അയ്യോ എന്നെ ബാർബർ ആക്കിയോടാ. ഇങ്ങോട്ട് പെട്ടെന്ന് നടക്കടി. എടി ഇത് വിമൻസ് ഹോസ്റ്റൽ അല്ല. അയ്യോടാ, അതാണോ നിന്റെ പേടി? എന്നാലേ അങ്ങനെ വല്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതും കളഞ്ഞു പോടി. ശ്യാമേ, എന്തൊക്കെയുണ്ട്? എന്താടാ സാറുമാരിതുവരെ എണീറ്റില്ലേ? ഒരു രക്ഷയില്ല, ഞങ്ങള് കുഴഞ്ഞു. എന്തൊരു കൂർക്കം വലിയ ജനറേറ്റർ പോലും തോറ്റു. ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിയിട്ട് ഇവരല്ലേ അത് അടിച്ചു തീർത്തത്. പിന്നെങ്ങനെ തല പൊങ്ങും? സോണിയ, ഇവരെ ഉണർത്താൻ നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. നമ്മുടെ സ്കിറ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്ത ഒരു സാധനം ഉണ്ട്. വോളിയം കൂട്ടി അതങ്ങോട്ട് പ്ലേ ചെയ്താലോ? യാത്രക്കാരുടെ ശ്രദ്ധിക്കും. ട്രെയിൻ നമ്പർ 26. സ്റ്റേഷനെത്തി. നീ ആരോടെങ്കിലും ഒന്ന് ചോദിക്കടാ. ഈ കമ്പാർട്ട്മെന്റിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് എവിടെയാ? ഇത് ഞങ്ങളുടെ ഹോസ്റ്റലാ. അത് ശരി, നിങ്ങളാണല്ലേ ഹോട്ടലിന്റെ മുതലാളി? ഹോട്ടലല്ല, ഹോസ്റ്റൽ. ഇന്നലത്തെ കെട്ട് ഇതുവരെ വിട്ടിട്ടില്ല അല്ലേ? എന്നോ അടിയായിരുന്നു. സോറി, ഞങ്ങൾ ഇന്നലെ ഒരുപാട് കഴിച്ചു അല്ലേ. തൽക്കാലം നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ചോദിക്കണം സാർ, ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? സർ, നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? തൽക്കാലം ഇവരുടെ കൂടെ കൂടുന്ന ബുദ്ധിയായിരിക്കും. ഓ, നിങ്ങളുടെ മൈക്കിളിനെ കണ്ടെത്തുന്ന കാര്യം കുമാർ എന്ത് പറയുന്നു? ഞാൻ കടുപ്പത്ത് 2 ചായക്ക് പറയാം. ചായ തൽക്കാലം ഇപ്പൊ വേണ്ട. നിങ്ങളുടെ കൂട്ടുകാരൻ എന്തു പറ്റി? ജീവനോടെ ഉണ്ടോ അതോ? പേടിക്കണ്ട, ആ പയ്യൻ ജീവനോടെ ഉണ്ട്. നിങ്ങൾക്ക് ആരെയൊക്കെയാണ് സംശയം? അണ്ണാ. ആ ബാബു, എന്തായടാ പിള്ളേരുടെ ഇടയിലേക്ക് സംസാരമൊക്കെ എന്താ? അവർക്ക് പലരെയും സംശയമുണ്ട്. ആശ്വാസമായി. അണ്ണന്റെ പേരും പറയുന്നുണ്ട്. മൈക്കിളിന്റെ കൂട്ടുകാർക്കാ അണ്ണനെ കൂടുതൽ സംശയം. സംശയത്തിന്റെ പേരിൽ പോലീസ് അങ്ങനെ എന്നെ പൊക്കിക്കൊണ്ടു പോയാൽ നിഷ്കളങ്കനായ ഞാനെല്ലാം തുറന്നു പറഞ്ഞു പോവും. എങ്കിലൊരു ഓട്ടോ വിളിക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യവും തുറന്നു പറയാൻ. എടാ മഹാഭാവി, നീ എന്നെ കൊലയ്ക്ക് കൊടുത്ത് ഇറങ്ങത്തോളല്ലേ? കാണാതായ നിങ്ങളുടെ ഫ്രണ്ട് മൈക്കിളിന്റെ ശത്രുക്കളുടെയോ ശത്രുക്കളെന്ന് തോന്നിക്കുന്നവരുടെയോ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയാൽ കൊള്ളാം. അവനാരോട് ശത്രുതയില്ല, പക്ഷേ അവനെ ശത്രുവായി കാണുന്നവർ ഇവരൊക്കെയാ. മൈക്കിളിന്റെ വളർച്ചയിൽ പണ്ടേ അസൂയക്കാരനായ അലക്സ് എന്ന സീനിയർ വിദ്യാർത്ഥി. മൈക്കിൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫാദർ ഒരു ഹുസൈൻ മുതലാളി. പ്രോഗ്രാം ഏജന്റായ ഒരു ശങ്കരൻകുട്ടി. പിന്നെ ആ SI ഹരികുമാർ. അയാളെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ മൈക്കിൾ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതെ, ഫർഹാന. അപ്പൊ നമുക്ക് ഫർഹാനയിൽ നിന്ന് തുടങ്ങാം. അതായത് നായികയിൽ നിന്ന് തുടങ്ങാം. നായകനായ മൈക്കിൾ ജാക്സനെ പരിചയപ്പെടുത്തി. മൈക്കിളെ, എന്താടി? നിന്നെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ ഒരാൾക്കൊരാഗ്രഹം. എന്റെ ഫ്രണ്ടാ ഫർഹാന. ഡി ഫർഹു, ഇങ്ങ് വന്നേ.
പറഞ്ഞോടി. ഹലോ. ഹലോ. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ പ്രേമിക്കാൻ പോവാണോ? നീ പറയാൻ വന്ന പറഞ്ഞില്ലല്ലോടി. എടി സോണിയ, ഒന്നിങ്ങോട്ട് വരുവോ? എടി സോണിയാന്നോ? മോളെ സോണിയാന്ന് വിളിക്കടി. ഞാൻ ഇപ്പൊ വരാം. ഡാൻസ് കണ്ടിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഫർഹാനയുടെ മോണോക്ട് ഞാൻ കണ്ടിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടമായി. താങ്ക്സ്. നീ അഭിനന്ദിച്ച് കഴിഞ്ഞില്ലേടി? എടി ഉമ്മച്ചി, നീ എന്റെ മൈക്കിളിനെ കറക്കിയെടുക്കാൻ നോക്കുകയാണോ? അയ്യോ, എന്താ സോണിയ ഇത്? ഫർഹാന, ഇവക്ക് വട്ട. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഫ്രണ്ട്സാ. മതിയാക്കടാ മൈക്കിൾ ജാക്സ. മോനെ മൈക്കിൾ ജാക്സ, നീ ഇപ്പൊ ഈ കോളേജിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലേ? എന്തോന്ന് സൂപ്പർ സ്റ്റാർ? എന്താണ് നോക്കുന്നേ? വീട് സാബു. എടാ മൈക്കിളെ, ഞാൻ നിന്റെ സീനിയറാ. നീ എനിക്ക് എന്നും ഒരു ശല്യം തന്നെയാ. അലക്സേ, നിനക്ക് ഞാനൊരു ശല്യമല്ല. മതി നിന്റെ ന്യായീകരണങ്ങളൊക്കെ. ഞങ്ങളിപ്പോ വന്നത് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ സംസാരിക്കാനാ. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസിന് നിനക്ക് സെലക്ഷൻ കിട്ടിക്കാണും. പക്ഷെ മത്സരിക്കാൻ പോകുന്നത് ഇവന്മാരാ. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ. ഈ കോളേജ് കെട്ടി ഉയർത്തുന്നതിന് എന്റെ ഡാഡിയുടെ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിന്റെ ഡാഡി കെട്ടിട പണിക്കാരനല്ലേ? അലക്സേട്ടാ കളിയാക്കുന്നോടാ. വേണ്ട. എന്താണ് മൈക്കിളെ, എന്താ പ്രശ്നം? ഉള്ള കഞ്ചാവും കൊക്കേനെ വലിച്ചു കയറ്റി അവനാകെ വട്ടായിരിക്കുക. മൈക്കിളെ, നീ അറിഞ്ഞില്ലേ നമുക്ക് സെലക്ഷൻ കിട്ടി? ആഹാ. ബഷീർക്ക, ഒരു 4 ചായ. ഒന്ന് കുറച്ചോളൂ, എനിക്ക് 7up മതി. 7up എനിക്ക് വേണ്ട, ചായ മതി. മധുരം കൂട്ടിയെടുത്തോ. എന്താ നാലാളും എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് പ്രോഗ്രാം ഏജന്റ് ശങ്കരൻകുട്ടി, അനാമിക പ്രോഗ്രാം ഏജൻസി. ഓ, അത് ചേട്ടനായിരുന്നല്ലേ? ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അയ്യോ മക്കളെ, അതൊക്കെ അസൂയാലുകൾ വെറുതെ പറഞ്ഞു വരുത്തുന്നതാ. ഇപ്പൊ ഉദാഹരണത്തിന് വടക്കംപാട്ടിലെ ആ പാവൻ ചന്തുവിനെ കുറിച്ച് പാണൻ എന്തൊക്കെ നുണപ്പാട്ടുകളാ പാടി നടന്നത്. ഒടുവിൽ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ചന്തു നിരപരാധിയാണെന്ന്. പക്ഷെ ശങ്കരൻകുട്ടി ചേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഒരു മെഗാ സീരിയൽ തന്നെ പോരാതെ വരും. നിങ്ങൾ കേൾക്കണം. നാദിർഷ, കോട്ടയം നസീർ, പിഷാരടി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഞാൻ കൊടുത്ത സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയാണ് പടിപടിയായി ഉയർന്നു വന്നത്. ഇപ്പോഴും ഞാൻ അവരെ വിളിക്കാറുണ്ട്. പക്ഷെ അവരാരും ഫോൺ എടുക്കാറില്ല അല്ലേ? അല്ലെങ്കിൽ ചേട്ടനാണെന്ന് അറിഞ്ഞ അവര് കട്ട് ചെയ്യുമല്ലേ? ഈ പറഞ്ഞവരൊക്കെ ചേട്ടനെ കുറിച്ച് ഒരു ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. എന്താ? അടുപ്പിക്കരുത്. അതെ, ഞാനിപ്പോ വന്നത് ഒരു കുഞ്ഞു പ്രോഗ്രാമിന്റെ കാര്യം പറയാനാ. ഈ മാസം 24-നാണ് പ്രോഗ്രാം. അവർ ഒരു 3000 രൂപ അങ്ങ് തരും. 3000? അതിത്തിരി കുറഞ്ഞു പോയല്ലോ ഏട്ടാ. ഒരു 0ന്റെ കുറവ് അല്ലേടാ മൈക്കിളെ? അങ്ങനെ പറയരുത്. നിങ്ങളെ കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ ഏറ്റും പോയി ഇത്തിരി അഡ്വാൻസ് മേടിച്ചു. എത്ര അഡ്വാൻസ്? ഒരു 2500 രൂപ. ഒരു മിനിറ്റ്. ഹായ് മൈക്കിൾ. എന്താ ഫർഹാന? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇപ്പൊ കണ്ടപ്പോ മറന്നുപോയി കാണുമല്ലേ? അതല്ല. എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്കിൽ തന്നോ. അല്ല, ഒന്ന് ഓർത്തെടുത്തേ. എനിക്ക് മനസ്സിലായി. ആഹാ, ആള് മിടിക്കുകയാണല്ലോ. എന്താടാ ഫർഹാനായിട്ടൊരു ചുറ്റിക്കളി? എടാ, മോണോ ആക്ടിൽ മത്സരിച്ച കുട്ടിയാവള്. അതിന് സെലക്ഷൻ കിട്ടിയോന്ന് ചോദിച്ചതാ. അങ്ങനെ വ്യക്തമായിട്ട് പറ. അപ്പൊ പ്രേമം തുടങ്ങിയല്ലേ? ഒന്ന് പോടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ, ഇന്നെന്താ? ഗുഡ് മോർണിംഗ്. ആ, ഇങ്ങോട്ട് വാടാ. നീ ഇവിടെ പഠിക്കാൻ വരുന്നോ പഞ്ചാര അടിക്കാൻ വരുന്നോ? പഠിക്കാൻ. പഠിക്കാൻ. ഗോ ടു യുവർ ക്ലാസ്. ആ, നീ ആ പ്രോജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു? എനിക്ക് മൈക്കിളെ ബാക്കിയുണ്ട്. ആ, ഞാൻ ആരെയാ വിളിച്ചേ? മൈക്കിളിനെ. അഭിനന്ദ. ആ, പോ. ഗോ ടു യുവർ ക്ലാസ്. മൈക്കിൾ മോനെ, നീ കോളേജിന് നേടിത്തന്നിട്ടുള്ളത് വലിയ വലിയ അംഗീകാരങ്ങളാണ്. നിന്നെ എത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതിയാവില്ലടാ. 4 ആളുടെ മുന്നിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, മൈക്കിൾ എന്റെ സ്റ്റുഡന്റ് ആണെന്ന്. നീ ലോക പ്രശസ്തനാകും, കൂടെ ഞാനും.
ഇനി എന്റെ മുന്നിൽ ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ. നീ യഥാർത്ഥ മൈക്കിൾ ജാക്സനെ പോലെ ലോക പ്രശസ്തനാകണം. എന്റെ ഈ ആഗ്രഹം എന്റെ പൊന്നുമോൻ സാധിച്ചു തരില്ലടാ. ഗോ ടു യുവർ ക്ലാസ്സസ്. മൈക്കിളെ, ഗോ ടു യുവർ ക്ലാസ്. കട്ടൻ 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 ഓരോ ലാർജ് ആണെന്ന് വിചാരിച്ച് എല്ലാരും അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താടി നീതിലുള്ള ബ്രാൻഡോ വിസ്കിയോ ചേർത്തിട്ടുണ്ടോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അമേരിക്കയിൽ നിന്നുള്ള ഡാഡി വരുമ്പോ കൊണ്ടുവരാറുള്ളതല്ലേ, അതിന്റെ ബാലൻസ് ഇവിടെ കാണാതിരിക്കത്തില്ലല്ലോ. അതോർത്ത് മക്കള് വിഷമിക്കണ്ട. ബാക്കി ഇരുന്നാ തന്നെ അത് അടിച്ചു തീർക്കാൻ എനിക്കറിയാം. എന്താടാ മൈക്കിളെ, നിനക്കെന്താ ഒരു തിങ്കിങ്? എന്ത് തിങ്കിങ്? ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതല്ല, പ്രാക്ടീസിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു എന്തോ ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? അതറിഞ്ഞില്ലേ? അവന് പ്രേമം. ഇവന് വട്ട. ഇല്ല സോണിയ, ഇത് സത്യമാ. കുട്ടിക്കാലം മുതലേ ഞാൻ നിന്റെ കൂടെ ഇല്ലേടാ. നിനക്കെന്താടാ എന്നോട് പ്രേമം തോന്നാത്തെ? പിന്നെ പ്രേമിക്കാൻ പറ്റിയ ഒരു സാധനം ഓടി. ഡാ, എത്രയോ പെൺകുട്ടികൾ നിന്നെ പ്രേമിക്കാൻ കൊതിച്ച് നമ്മുടെ കോളേജിൽ നടക്കുന്നെന്നറിയോ? നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി, ഒരു ഉമ്മയ്ക്ക് വേണ്ടി. ആണോ? അയ്യടാ, കൂടുതലങ്ങ് സുഖിച്ചു അല്ലേ? ബഷീർക്ക, ചായ. മോനെ, ബാക്കി ഇവിടെ പറയടാ. പ്രേമിച്ചു കഴിഞ്ഞ് കെട്ടിപ്പിടുത്തൊക്കെ നടന്നോ? ഉമ്മെങ്കിലും കൊടുത്തോടാ. കൊടുക്കുമ്പോ മെസ്സേജ് അയക്കാം, പറ്റുമെങ്കിൽ വാട്സപ്പിൽ വിടാം. പോരെ? ചായ മാത്രം മതിയോ മൈക്കിൾ മോനെ? ചായ മാത്രം മതി ബഷീർക്ക. ആ, മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നോ? ആ, ഈ മൈക്കിൾ മോൻ വിചാരിച്ചതുകൊണ്ട് ഭംഗിയായി നടന്നു. നന്ദിയുണ്ട് മോനെ. എന്താ ബഷീർക്ക ഇത്? റിയാലിറ്റി ഷോയിൽ നിന്ന് നല്ലൊരു തുക എനിക്ക് സമ്മാനം കിട്ടി. അതിൽ ഞാൻ കുറച്ച് ഇക്കാക്കി തന്നു, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ ചായ എടുക്കാം. ഹായ് ജോമോൻ, പിന്നെ കാണാം. ഓക്കെ. ഹായ്. എടാ ജോമോനെ, നിന്നെ തല്ലാൻ ചെരുപ്പൂരിയോളല്ലടാ അവള്. ഇതെന്ത് മറിമായോടാ നീ അവളോട് ചെയ്തേ? മറിമായും തട്ടിമുട്ടിയൊന്നും അല്ല, ഒരു ടേക്ക് ഇറ്റ് ഈസി പ്രയോഗം അങ്ങ് പ്രയോഗിച്ചു. നീ പറ, ഈസി ആയിട്ട് എടുക്കണോന്ന് കേട്ടിട്ട് തീരുമാനിക്കാം. ഈ പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന പോലെ ഒരു ദിവസം ഞാൻ ലവേഴ്സ് പാർക്കിലേക്ക് നുഴഞ്ഞു കയറി. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. എന്നെ തല്ലാൻ വന്ന ഈ ആൻസിയും അവളുടെ കാമുകനായ ജിമ്മിയും കൂടി ചേർന്ന് വിശാലമായൊരു ടച്ചിങ് സീൻ. ആൻസി എന്നെ സത്യമായിട്ടും പ്രേമിക്കുമല്ലോ അല്ലേ? പിന്നല്ലാതെ നിനക്ക് എന്നെ വിശ്വസിക്കാടാ. ദാ ഞാനതൊക്കെ എന്റെ ഫോണിൽ അങ്ങ് സേവ് ചെയ്തു. ചെണീക്കടാ, നീ ഇത്ര വൃത്തിയായിട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒന്ന് അടങ്ങ് എന്റെ മൈക്കിളെ. നീ ബാക്കി പറയണ്ട ജോമോനെ. തെളിവില്ലാതെ പപ്പയൊന്നും വിശ്വസിക്കില്ല. ഉണ്ടല്ലോ. ദേ, ഞാനിത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇട്ടാൽ നിന്റെ പപ്പ മാത്രമല്ല, നിന്നെ കെട്ടാൻ വരുന്ന ലണ്ടൻകാരൻ ചെക്കൻ വരെ കാണും. ജോമോനെ, എടാ നീ കുഴപ്പമൊന്നും കാണിക്കരുത്. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാ. ജിമ്മിയെ വേണ്ടെന്ന് വെക്കട്ടെ, എന്നിട്ട് നിന്നെ പ്രേമിക്കാം. എന്നാ പിന്നെ ഇപ്പോഴേ പ്രേമിച്ചു തുടങ്ങാം. നിന്റെ മനോഹരമായ ഈ കവിൾത്തടം, അതാണ് എനിക്കിഷ്ടം. ആ കവിൾത്തടത്തിൽ ഒരു ഉമ്മ തരട്ടെ? തന്നോളൂ. നിന്നെ സമ്മതിച്ചു. എവിടെ കലക്കി? നീ പോടാ. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഫ്രണ്ട് സോണിയെ കാണണ്ടേ? ആ ലവേഴ്സ് പാർക്കിലേക്ക് ചെല്ല്. കൂടെ അലക്സും ഉണ്ട്. രണ്ടും നല്ല ഫോമില. പോടാ. ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ നീ എനിക്ക് തന്നത്? വേണ്ട വേണ്ടെന്ന് പറയുകയും പിന്നെ കൈ നീട്ടുകയും ചെയ്താ ഞാൻ എന്താ ചെയ്യുക? നമ്മളിപ്പോ ലവേഴ്സ് പാർക്കിലാ അല്ലേ? അതൊക്കെ എനിക്കറിയാം. ഒരെണ്ണം കൂടെ തരട്ടെ, ലാസ്റ്റ് ഡോസ്. അതോടെ കഴിഞ്ഞാൽ നീ സ്വർഗത്തിലെത്തും. ഇപ്പൊ തന്നെ ഞാൻ സ്വർഗത്തിലാ. നിനക്ക് കിടക്കണോ? എന്റെ വീട്ടിലേക്ക് പോവാ. വാ. എന്റെ വീട്ടിലെത്തിയാൽ നിന്നെ ഞാൻ മറ്റൊരു സ്വർഗം കാണിക്കാം. വാ. അവനെ വിട്ടേക്ക്.
തവണ നിന്നെ ഓകി വെക്കാം. സോണിയ മൈക്കിളോ? എടാ മൈക്കിളെ, നീ ഇപ്പൊ പൊയ്ക്കോ. നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. അലക്സിനെ നിങ്ങൾ സംശയിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എസ് ഐ ഹരികുമാറിന് ഇത്ര കണ്ട് സംശയിക്കാൻ എന്താ കാരണം? മൈക്കിൾ എസ് ഐയുടെ വീട്ടിൽ പോയിരുന്നു. എസ് ഐ ഹരികുമാറിന്റെ വൈഫ് ഒരു ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറാ. അതുകൊണ്ട് അവിടെ ചെല്ലണമെന്നും വല്ല നിയമമുണ്ടോ? നിയമമില്ല, പക്ഷെ ഒരു കാരണം ഉണ്ടായിരുന്നു. നീ ഇതെന്നെ എവിടെയാ കൊണ്ടുവന്നിരിക്കുന്നേ? നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഇത് ഫർഹാനയുടെ വീടാ? ഓ, നിനക്ക് എപ്പോഴും അവളുടെ വിചാരേ ഉള്ളോ? ഇതേ ഒരു ടീച്ചറിന്റെ വീടാ. ടീച്ചറിന്റെ വീടോ? അതൊക്കെ പറയാം മോനെ, വാ. അനന്യ, ഞാനിവിടെ തന്നെയുണ്ട്. ടീച്ചർ, ഇതാണ് മൈക്കിൾ. അറിയാം, വെറും മൈക്കിൾ അല്ല, മൈക്കിൾ ജാക്സൺ അല്ലേ? യെസ്. ഞാൻ രേവതി. ടീച്ചർ ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ഡാൻസ് ഡിപ്പാർട്ട്മെന്റിലാ. ടീച്ചർ എന്നെ കളിയാക്കിയതാണോ? ഏയ്, ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാ. ഞാനൊരു ഡാൻസ് ടീച്ചറാ. ഇപ്പൊ മനസ്സിലായോ? ഓ, അത് ശരി. ഞാൻ കരുതി പുതിയ കോളേജ് ലെക്ചർ ആണെന്ന്. ക്ലാസിക്കൽ ഡാൻസർ ആണല്ലേ? ഭരതനാട്യം, മോഹിനിയാട്ടം എക്സെട്ര. എനിക്കിഷ്ടം വെസ്റ്റേണാ. ടീച്ചർ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ട്രൈ ചെയ്യണം. അതിനാണല്ലോ ഞാൻ മൈക്കിളിനെ വിളിപ്പിച്ചത്. എനിക്ക് കുറച്ച് വെസ്റ്റേൺ സ്റ്റെപ്സ് പഠിക്കണമെന്നുണ്ട്. അല്ല, ടീച്ചർ ഇപ്പൊ വെസ്റ്റേൺ പഠിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? ഉണ്ട്. വെസ്റ്റേണും ക്ലാസിക്കലും ചേർന്നുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ, അപ്പോ ടീച്ചർ എനിക്ക് കുറച്ച് ക്ലാസിക്കലും പഠിപ്പിച്ചു തരും അല്ലേ? വരൂ. മോള് പോയോ സാമൂലേ? ഏയ്, നമ്മളോട് പറയാതെ അവള് പോയില്ല മമ്മ. അതെ അതെ. ഹായ് അച്ചായ. ഹായ് ഗ്രാൻഡ്മ. മോളൊന്ന് ലേറ്റ് ആണല്ലോ. ഓ, ഒരു ഇത്തിരി. അത് സാരമില്ലെന്നേ. ഗ്രാൻഡ്മ, അച്ചായന് മെഡിസിൻസ് ഒക്കെ ടൈമിന് കൊടുത്തോണേ. പിന്നെ ഗ്രാൻഡ്മയും മരുന്ന് കഴിച്ചോണം. സമയാസമയം ഫുഡും കഴിച്ചോണം. മോളെ, നിനക്ക് മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ അമേരിക്ക പോയി നിന്നൂടെ അല്ലേ? ഇവളെ അവിടെ നിർത്തി പഠിപ്പിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചതല്ലേ? പറ്റില്ലാന്ന് പറഞ്ഞ് ഇപ്പോഴും ഒറ്റക്കല്ലല്ലേ ഇവളുടെ നിൽപ്പ്? എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വറീഡ് ആവുകയേ വേണ്ട. ഐ എം വെരി ഹാപ്പി. എനിക്കിവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പിന്നെ എന്റെ മൈക്കിളും ഉണ്ട്. അവരൊക്കെ മിസ് ചെയ്ത് ഞാൻ ആ പത്രാസിൽ പോയി ചേരണോ എന്റെ ഗ്രാൻഡ്മ? ബൈ അച്ചായ. ബൈ ഗ്രാൻഡ്മ. ബൈ. എന്താ ഫർഹാന നിന്റെ മുഖത്തൊരു വിഷമം? എന്തു പറ്റി? വാട്ട്സ് യുവർ പ്രോബ്ലം ഫർഹാന? നീ എന്താന്ന് പറ. മൈക്കിളിനെ ഇനി കാണാൻ പറ്റുമെന്ന് എന്റെ പേടി. അങ്ങനെ സംഭവിച്ച നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെ? ഒന്ന് തെളിച്ചു പറ. എന്നെ ഇനി വീട്ടുകാര് കോളേജ് വിടുമെന്ന് തോന്നുന്നില്ല. അതെന്താ? നിങ്ങൾക്ക് അറിയില്ല എന്റെ ബാപ്പയുടെ ഇക്കയുടെ സ്വഭാവം. ഞാനും മൈക്കിളുമായിട്ടുള്ള ബന്ധം ബാപ്പ അറിഞ്ഞു. നിന്റെ ബാപ്പ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഫൈറ്റ് ചെയ്യണം ഫർഹാന. വി ആർ ഓൾ വിത്ത് യു. എല്ലാം ശരിയാവൂടാ. എന്താടാ? ഏയ്, ഒന്നുമില്ല. സോണിയ ചേച്ചി. ചേച്ചി എന്നല്ലേ വിളിച്ചത്? നിന്റെ അപ്പച്ചന് മതി മതി, മക്കൾ അധികം ബുദ്ധിമുട്ടണ്ട. ഒന്ന് പോയി തന്നെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സിറ്റുവേഷൻ നോക്കി വരണോന്ന്? ചേച്ചി എപ്പോ നോക്കിയാലും ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ, അതാ ഞാൻ. സാധനം കിട്ടിയോ? കിട്ടി. ഭയങ്കര റിസ്കാ ചേച്ചി സംഘടിപ്പിക്കാൻ. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. നീ വലിയ പുണ്യാളിനൊന്നും ചമയണ്ട.
ഇവിടെ പലർക്കും ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കില്ലല്ലേ നിന്റെ ജോലി. നിവൃത്തികേട് കൊണ്ടാ ചേച്ചി. എന്റെ വിദ്യാഭ്യാസ ചെലവും കുടുംബമൊക്കെ നോക്കുന്നത് ചേട്ടനാ. ചേട്ടനൊന്ന് സഹായിക്കാൻ വേണ്ടിയാ ഞാൻ. വാടി. ചേച്ചിയുടെ ഫ്രണ്ട്സ് വരുന്നു, ഞാൻ പോവാ. അലക്സുമായിട്ടുള്ള ഇഷ്യൂവിന് ശേഷം നീ ഇത് നിർത്തിന്നാ കരുതിയേ? വീണ്ടും തുടങ്ങിയോ? ഞാൻ നിർത്തും തുടങ്ങും, അതെന്റെ ഇഷ്ടം. നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കാൻ നോക്കി. എന്താ അവിടെ ഒരു ബഹളം? ആരാ അവിടെ? അവിടെ പുതിയ ഡാൻസ് പഠിത്തം നടക്കുവാ. പുറത്തിരിക്കുന്ന ബൈക്കാരുടെയാ? അതാ ചെക്കന്റെയാ. ഏത് ചെക്കൻ? അവനല്ലേ ഇപ്പൊ രേവതി ചേച്ചിയെ ഡാൻസ് പഠിപ്പിക്കുന്നത്. രേവതി ചേച്ചി ഡാൻസ് പഠിപ്പിക്കുന്നു അതോ രേവതി ഡാൻസ് പഠിപ്പിക്കുന്നു? ചേച്ചീനെ ആ ചെക്കനാ ഡാൻസ് പഠിപ്പിക്കുന്നത്. കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. ഡാൻസ് പഠിത്തം മാത്രമൊന്നും അല്ല. ആ ഹരിയേട്ടാ, എപ്പോ വന്നു? ഇപ്പൊ വന്നോണ്ടിരിക്കുകയായിരുന്നു. ആ ഹരിയേട്ടാ, ഇത് മൈക്കിൾ. മൈക്കിൾ ജാക്സൺ. ഹലോ. ഓക്കെ ടീച്ചർ, ഇനി മറ്റു കുട്ടികളൊന്നും ഇല്ലാത്തപ്പോ ഞാൻ വരാം. ടീച്ചർ പേടിക്കണ്ട, 24-ാം തീയതി അല്ലേ ഉള്ളൂ ഷോ. നമുക്കതൊക്കെ ഗംഭീരമാക്കാം. താങ്ക് യു മൈക്കിൾ. എനിക്കിതൊക്കെ ഒരു ക്രൈസാ. താങ്ക്സ് ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ. അപ്പൊ ഓക്കെ ടീച്ചർ, ബൈ. ഓക്കെ ബൈ. 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 അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഐഡിയ. ഈ രേവതി ടീച്ചറിനെ നമുക്കങ്ങ് കസ്റ്റഡിയിൽ എടുത്താലോ? എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എസ്.ഐ. ഹരികുമാറിനെ മാത്രം സംശയിച്ചിട്ട് കാര്യമില്ല. ഫർഹാനയുടെ ബാപ്പയെ സംശയിക്കണം. മൈക്കിളുമായിട്ടുള്ള അവളുടെ ബന്ധത്തിന് അവളുടെ ബാപ്പയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. ബാപ്പ, ഞാൻ കോളേജിലേക്ക് പോവാ. ആ ഫർഹാന, നിക്ക്. നിന്നെ കോളേജിലേക്ക് വിടുന്നത് പഠിച്ച് ഉദ്യോഗം സമ്പാദിക്കാനല്ല. അങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. പിന്നെ ഹുസൈൻ സാഹിബിന്റെ മകൾക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവളാന്ന് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്റെ മോൾ അതിന്റെ പേര് നകളിക്കരുത്. അറിയാലോ എന്റെ സ്വഭാവം. ആ ചെല്ല്. രാവിലെ തന്നെ എന്തിനാ ഹുസൈനെ ഓളെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? നിന്റെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ. കേറിപ്പോയാത്തോട്ട്. ആ ചെല്ല്. ഇതെന്തൊരു പിരാന്ത്. ഇത്തായേ, ഇന്നും ബാപ്പാടെ ശരിക്കും കിട്ടിയല്ലേ? ഒന്ന് പോടാ ചക്ക. ഒന്ന് വന്നേ. ഈ മൈക്കിൾ ജാക്സൺ എന്നുള്ള പേര് സ്വയം തോന്നിയാൻ കിട്ടതാണോ അതോ കൂട്ടുകാർക്ക് കാശ് കൊടുത്ത് വിളിപ്പിക്കുന്നതാണോ? അല്ല സർ, എന്റെ പപ്പയുടെ പേര് ജാക്സൺ എന്നാ. മമ്മിയാണ് എനിക്ക് മൈക്കിൾ എന്ന് പേരിട്ടത്. അതിനുവേണ്ടി മമ്മി ആർക്കും കൈക്കൂലിയൊന്നും കൊടുത്തിട്ടില്ല. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? ചെല്ല് വിട്ടോ. ഒരു കാര്യം ചെയ്യാം, രേവതി ടീച്ചറിന്റെ വീട്ടിൽ പോയി ഞാൻ അവരെ കാണുന്നു. അങ്ങോട്ട് ചെല്ല്. അവരുടെ ഭർത്താവ് എസ്.ഐ. ഞാൻ എസ്.ഐ. ഹരികുമാറിന്റെ വീട്ടിലും കുമാർ ഫർഹാനയുടെ വീട്ടിലും പോയി അന്വേഷണം ആരംഭിക്കുന്നു. പക്ഷെ അവർക്ക് ഒരു സംശയവും വരാത്ത രീതിയിലായിരിക്കണം അന്വേഷണം. അതെ നിന്നെ. അല്ല, ആള് പോലീസ് ഇൻസ്പെക്ടർ ആയ സ്ഥിതിക്ക് ഇനി എന്റെ പേരിൽ വല്ല കള്ളക്കേസുണ്ടാക്കി എന്നെ അകത്താക്കൂ എന്നുള്ളത് എന്റെ ഇപ്പോഴത്തെ പേടി. രവി സാർ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ മൈക്കിളിന് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കണ്ടേ? അല്ല, അത് കണ്ടുപിടിക്കണമല്ലോ. ആ വേണം. വേണം. ഒരു മിനിറ്റ്. വരുന്നു. അനന്യ മോളെ, ഞാൻ ഇപ്പൊ വരാമേ.
ചെറുപ്പക്കാരിയാണല്ലോ. ഇതാണല്ലേ രേവതി ടീച്ചറെ? അയ്യോ, ഇത് അനസൂയ ചേച്ചിയാ, ടീച്ചറിന്റെ ബന്ധുവാ. മോള് വാ. ഇതാരാ? അയ്യോ ചേച്ചി, ഇതെന്റെ ബ്രദറാ, വലിയ ആളാ. നമസ്കാരം. നമസ്കാരം. ഞാൻ രവി ചായപ്പറമ്പിൽ. ടീച്ചറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ടീച്ചറിനെ വിളിച്ചോണ്ട് വരാം. ഓ ശരി ശരി. ചായപ്പറമ്പ് സാറ് വരൂ, അവിടെ ഇരിക്കാം. ഓ ഓ, നടക്കൂ. പേടിച്ചോ? മൈക്കിളിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആ ചെറുക്കം കൂടെ കൂടെ ഇവിടെ വരുമായിരുന്നു. ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണോ? എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്നെ സാറേ, അശ്ശേ അതല്ല, അനന്യമോളുടെ ചേട്ടനാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞതേ. രേവതി ചേച്ചിയോട് സാറതൊന്ന് ചോദിച്ചേക്കല്ലേ. എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. എനിക്കത് മതി. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പറയൂ. നമസ്കാരം സാർ. ആരാ? ഞാനിവിടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നാ. ഡാൻസ് പഠിക്കാൻ വന്നോളൂ? അല്ല, അത് കൊള്ളാം. ഡാൻസ് പഠിക്കാൻ വന്ന അനിയനയുടെ ഫാദറാ. ഓ അല്ല, ബ്രദറാ. താങ്കൾ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാ, ഫാദർ ആണോ ബ്രദറാണോ? സാറ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവളുടെ അച്ഛനും അമ്മയും മാതുലിനും സഹോദരനും എല്ലാമാണ് സാർ. അതുകൊണ്ട് ഞാൻ അവളുടെ ടീച്ചറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. ഓ, അനസൂയെ, രേവതി വിളിച്ചില്ലേ? അനന്യമോള് വിളിക്കാൻ പോയിട്ടുണ്ട് ചേട്ടാ. അല്ല സാറേ, ഇരുന്നോ. ഓ വരുന്നു, ഇപ്പൊ വരാവേ. ടീച്ചർ, ഇതിന്റെ സഹോദരൻ വലിയ സാഹിത്യകാരനാ, രവി ചായപ്പറമ്പ്. ചേട്ടന് ടീച്ചറിനോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. എന്താ അറിയേണ്ടത്? അതെ, ചോദിച്ചോ. എന്ത് ചോദിച്ചാലും ചേച്ചി മറുപടി പറയും, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഇതാരെ വന്നിരിക്കുന്നത് നോക്കിയേ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അജ്മൽ ദുബായിനെപ്പോ എത്തി? ഞാനിപ്പോ വരുന്ന വഴിയാ. ഓ, അത് കൊള്ളാം. സ്വന്തം വീട്ടിൽ പോലും പോകാതെ നേരെ ഇങ്ങോട്ട് പോകും. അതെന്താ മാമ, ഇതും എന്റെ സ്വന്തം വീടല്ലേ. നീ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. ഓളെ കാണാൻ നിനക്ക് ധൃതിയായില്ലേ കൊച്ചു കള്ളൻ. അജ്മലെ, നീ എന്താടാ നോക്കുന്നത്? നിന്റെ പെടലിക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ല, വീടൊക്കെ കണ്ടിട്ട് കുറെ നാളായില്ലേ. മതി മതി, എല്ലാരും കൂടി ചേർന്ന് അവനെ കളിയാക്കും. ഇല്ല. ആ ജമീലേ, ഫർഹാനെങ്കിൽ വിളിക്ക. ആ അജ്മലേ, നീ പേടിക്കണ്ട. നിന്റെ ഉമ്മാക്ക് ഞാൻ കൊടുത്ത വാക്കാ ഫർഹാന. എന്താ ഫർഹാന, സുഖമല്ലേ? ഇത് ഞാൻ ഫർഹാനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നാ. വാങ്ങിച്ചോടി, അവൻ സ്നേഹത്തോടെ തരുന്നതല്ലേ. എൻ്റെ കൃഷ്ണ, ഒരു മുസ്ലിമിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത്. വല്ല പാകപ്പഴയും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ തല നഷ്ടപ്പെടും. രക്ഷിക്കണേ ദൈവമേ. കൃഷ്ണ. കൊച്ചാപ്പ, മാമ, മാമി, മക്കളെ. പോയി വെള്ളിയാഴ്ച. അല്ല, ഞാനീ വേറൊരു ഓടോ സക്കാത്തിന് വന്നാന്ന് വിചാരിച്ചു പോകാൻ. ഓ, ഓരോത്തന്മാര് വലിഞ്ഞു കയറി ദാ വരുന്നു ഉമ്മാ. മോളെ, കള്ളൻ. ഉമ്മാ, ദേ കള്ളൻ. അയ്യോ കാലൻ. അയ്യോ പഠിച്ചോനെ. അവിടെ നിക്ക്. കള്ളൻ കള്ളൻ ഓടിവാ. ഉമ്മ. ഉമ്മയോ? ആരുടെ? ഉമ്മുമ്മ. ഉമ്മുമ്മ. ഉമ്മുമ്മക്ക് എന്നെ മനസ്സിലായില്ല. ഇല്ല. ഞാൻ സുബൈറാണ്. സുബൈറോ? ഏത് സുബൈർ? ഉമ്മുമ്മയുടെ സുബൈർ. ആലോചിച്ച് നോക്കി. ഉമ്മുമ്മക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്.
ഓ, പൊന്നാനിൽ ഏതോ ബന്ധുണ്ടെന്ന് ബാപ്പ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ എല്ലാം ക്ലിയർ ആയല്ലോ? അന്റെ ബാപ്പാന്റെ പേരെന്താ? മാധവൻ കുട്ടി. ഏ അല്ല, മൊയ്തീൻ കുട്ടി. പൊന്നാനി മൊയ്തീൻ കുട്ടി. ഓ, ഇപ്പൊ എന്റെ ശവമടക്കം നടന്നേനെ. നിങ്ങൾക്കറിയോ, പണ്ട് പൊന്നാനിന്ന് വന്ന എന്റെ ബാപ്പാനും ഉമ്മാനും ആട്ടി ഓടിച്ചത് നിങ്ങളെ ബാപ്പയാണ്. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനും ഉപ്പാനും എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ വന്ന് ബാമാനും ഉപ്പാനും കാണണം. കുട്ടിയെ കാണാനാ വന്നത്. കാര്യമുണ്ട്, പിന്നെ പറഞ്ഞുതരും. ഇത് നിങ്ങൾക്കുള്ള പുതിയ ഡ്രസ്സാണ്. ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചത്. വേണ്ടെന്ന് മാത്രം പറയരുത്. സുബൈർക്ക് എപ്പം ദുബായിൽ നിന്ന് വരുന്ന വഴിയാണോ? അല്ല, കുറ്റിക്കാട്ടിൽ. കുറ്റിക്കാട്ടിന്ന്? ആ, ഇവിടെ അടുത്തുള്ള ഒരു ലോഡ്ജിന്റെ പേരാ കുറ്റിക്കാട്ടിൽ ടൂറിസ്റ്റ് ഹോം. അങ്ങനെ ടൂറിസ്റ്റ് ഹോം? അപ്പൊ ഇവിടെ ലോഡ്ജിലാണ് സുബൈറിന്റെ താമസം അല്ലേ? മോനെ സുബൈറെ, ഇവിടെ താമസിക്കാലോടാ നിനക്ക്? വേണ്ട, ഒരു കാരണവശാലും നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കരുതെന്ന് എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നാരും നിർബന്ധിക്കണം. മോനെ, നീ വല്ല ലോഡ്ജിലും താമസിക്കുന്നയാടാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. മാത്രമല്ല, എന്റെ മോള് ഫർഗാനയുടെ നിക്കാഹും അടുത്ത് വരികയാ. അതുവരെയെങ്കിലും നീ ഇവിടെ താമസിച്ചേ പറ്റൂ. വേണ്ട, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോ പോവും. പോയിട്ട് റൂമിൽ ഇരിക്കണ ലഗേജ് എടുത്തോണ്ട് തിരിച്ചു വരാം. ഉമ്മ അതുവരെ സമാധാനമായിട്ടിരിക്കുക കേട്ടാ. ഇവിടെ എന്തോ ഒരു വട്ടമേശ സമ്മേളനത്തിന്റെ പുറപ്പാടാ. ആ പുതിയ ആപ്പിളയും വന്നിട്ടുണ്ട്. 3 പേര് ഔട്ട് ഹൗസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ. കുമാറേ, ആദ്യം നീ പറ, ഫർഹാനയുടെ വീട്ടിൽ നിന്ന് നിനക്ക് എന്തൊക്കെയാ കിട്ടിയത്? ഒരുപാട് കിട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ആടിന്റെ കരൽക്കറി, ഉച്ചയ്ക്ക് ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ആയാലും ചിക്കൻ കറി കൂടെ കാണും. രാത്രിയിലാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം. നീ ഒന്നും പറയണ്ട. എടാ, വെട്ടി വിഴുങ്ങാൻ മാത്രമാണോ നീ അവിടെ പോയത്? അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ചോദിച്ചത്. ശ്രദ്ധിച്ചു കേട്ടോ. SI ഹരികുമാർ അവിടുത്തെ സ്ഥിരം സന്ദർശകനാ. പിന്നെ ബാപ്പയും മക്കളും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫർഗാനെ കെട്ടാൻ പോകുന്ന ആ ദുബായ്ക്കാരനല്ലേ, അവൻ മഹാ തല്ലിപ്പൊളിയാ. അവനെയാണ് എനിക്ക് കൂടുതൽ സംശയം. അതിവിടെ ആ SIയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് ആ ടീച്ചർ എന്തോ പറഞ്ഞു. എല്ലാം പറഞ്ഞു, ബാക്കി ഞാൻ ഊഹിച്ചെടുത്തു. ഇനി നാളെ ഒരു പ്രാവശ്യം കൂടെ പ്രാക്ടീസ് ചെയ്താൽ എല്ലാം ഓക്കെ ആവും. താങ്ക് യു മൈക്കിൾ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. നീ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ടീച്ചർ സംശയിച്ച പോലെ തന്നെ നമുക്കും ആ SI ഹരികുമാറിനെ തന്നെ സംശയിക്കണം. സംശയിക്കണമല്ലോ. കാരണം മൈക്കിൾ ആ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്.
അവന്മാർ ഇങ്ങോട്ട് തന്നെയാണല്ലോ വന്നത്. പിന്നെ എവിടെ പോയി അവന്മാര്? അതല്ലേ ഞാനും നോക്കുന്നത്. വണ്ടി എടുക്ക്. ബൈ കാർ. ബാപ്പ നിങ്ങളെ കണ്ടില്ലല്ലോ അല്ലേ? ഇത് കുടിക്കും മക്കളെ. ജമീലേ, വെള്ളം മാത്രമേ ഉള്ളൂ ഇവർക്ക്? ഇവരുടെ കൂട്ടുകെട്ട് കാരണമാ പാപ്പ ഇവിടെ ഇത്ര വഷളായത്. വിവരങ്ങളെല്ലാം കൊച്ചു നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവളെ ഇപ്പൊ കോളേജിൽ അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അവൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാ. പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. ഇവിടെ നിക്കാഹ് ഉറപ്പിച്ചു. ജമീലേ, ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അയക്കാവുള്ളൂ. സുലൈമാനെ, വെള്ളം കുടിക്കും മക്കളെ, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് എല്ലാരെയും സംശയം, എന്റെ ബാപ്പയും. അനസൂയേ, വരുന്നു. എന്റെ അനസൂയെ, ഈ പോലീസുകാർക്കൊന്നും ഒരു വിലയില്ല. എന്തു പറ്റി? ഒരു നീണ്ട ക്യൂവിൽ നിന്നാ ഞാൻ ഈ പച്ചക്കറി വാങ്ങി. അപ്പൊ ഒരുത്ത എന്നോട് ചോദിക്കുക, പോലീസുകാർക്ക് എന്താ ഈ ക്യൂവിൽ കാര്യമൊന്നും? ശശാങ്ക, ജൈവ പച്ചക്കറിക്കല്ലേ ഈ വലിയ ക്യൂ. തനിക്ക് ഏതെങ്കിലും കടയിൽ പോയി മലക്കറി വാങ്ങിയിട്ട് ഈ ജൈവം എന്ന് പറഞ്ഞാ പോരെ? ജൈവം പറഞ്ഞ് വല്ല വിഷം വാങ്ങിച്ചോണ്ട് വന്നാലേ അത് കറി വെച്ചോണ്ടാക്കാനൊന്നും എന്നെ കിട്ടില്ല. അനസൂയ, നീ അങ്ങനെ പേടിക്കണ്ട. ശശാങ്കൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, അല്ലേ ശശാങ്ക? ശശാങ്ക സാർ, തനിക്ക് ഇവിടെ പച്ചക്കറി വാങ്ങിക്കലാണോ ജോലി? അല്ല സാർ, ചേച്ചി പറഞ്ഞപ്പോ പച്ചക്കറി ചേച്ചിയല്ല ചേട്ടൻ. ശേഷം നോക്കണം. സബോർഡിനേറ്റ്സിനെ കൊണ്ട് ജോലി നോക്കിച്ചു എന്നുള്ള ചീത്തപ്പേരുണ്ടാക്കി നോക്കുന്നു രണ്ടുപേരും കൂടെ. വാടോ. ഇയാളിത് എവിടെ പോയി കിടക്ക? ഇനിയിപ്പൊ ഞാനിത് ഒറ്റയ്ക്ക് കുടിച്ചു വെക്കേണ്ടി വരൂ. അങ്ങനെ വലിയ സാഹസമൊന്നും നീ കാണിക്കണ്ട. അണ്ണൻ എന്തിനാ ഇതിന്റെ അകത്ത് കാര്യം ഒളിച്ച്? ഞാൻ വിചാരിച്ചു പോലീസായിരിക്കും. നീ എന്താ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നത്? ബീവറേജിൽ ആള് വളരെ കുറവായിരുന്നു അണ്ണാ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. കിട്ടിയല്ലോ സാധനം. കിട്ടി. ദൈവമേ, എപ്പോഴാണാവോ പോലീസ് അണ്ണനെ പൊക്കാൻ ഇവിടെ വരുന്നത്? ബാബു, ആ സമയത്ത് എന്തോ എനിക്ക് അങ്ങനെ ചെയ്യാനാടാ തോന്നിയത്. ചെയ്തു പോയത് വിധി. പോലീസിൽ സറണ്ടർ ആയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് ചെല്ലേ, കിട്ടിക്കോളൂ. അയ്യോ, ഇടി കൊള്ളുമ്പോ കരഞ്ഞാ പോരെ, ഇപ്പളെ എന്തിനാ കരയുന്നത്? ഇടി കിട്ടുന്ന കാര്യം ഓർത്തപ്പം അറിയാതെ കരഞ്ഞു പോയതാ. ബാബുമോനെ, ഞാൻ എല്ലാം പോലീസിനോട് തുറന്നു പറയാൻ പോവുക. എന്നെ അറസ്റ്റ് ചെയ്യണം സാർ, എന്നെ ലോക്കപ്പിലുണ്ടോ സാർ? സാറിന്റെ കയ്യിൽ നിന്ന് 2 ഇടി കൊണ്ടാലും വേണ്ടില്ല. ഈ ഒളിച്ചുകളി ഇനി വയ്യ സാർ, എന്നെ അറസ്റ്റ് ചെയ്യണം. എന്തു കുറ്റാ താൻ ചെയ്തേ? ആദ്യം അത് പറ സാർ. ഈ മൈക്കിൾ ജാക്സൺ കൊലക്കേസ്. മൈക്കിൾ ജാക്സൺ കൊലക്കേസോ? താനാണ് അവനെ കൊന്നേ? അയ്യോ, ഞാൻ നിരപരാധിയാണ് സാർ. എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് സാർ. ഞാൻ എല്ലാം പറയാം സാർ. വാടാ മൈക്കിളെ, സമക്ഷത്തിൽ വാടാ. താനായിരുന്നു? തന്റെ ഉദ്ദേശം എന്താ? ഇതാണ് ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കുഴപ്പം. കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന എന്നോട് ചോദിക്കുന്നു ഉദ്ദേശം എന്താന്ന്. എടി കൊച്ചേ, ഇവൻ എത്ര പ്രശസ്തനായാലും ദേ ഈ കത്തി കൊണ്ട് 4 ചാമ്പ് ചാമ്പുമ്പോ നീ ചാകണം. അത് പ്രകൃതി നിയമമാ, മനസ്സിലായണം. എനിക്ക് നിന്നെ കൊല്ലണം. കൊച്ചേ, നീ കൂടെ കേൾക്കാൻ വേണ്ടി പറയുക. ഇവനെ കൊല്ലും, എന്നെ നാറ്റിച്ചവനെ ഞാൻ കൊല്ലും. ചേട്ടാ, 1 സെക്കൻഡ് പ്ലീസ്. യെസ്, യു വാണ്ട് വാട്ട് ഐ പ്ലീസ്? ഞാൻ ചാവുന്നതിന് മുമ്പ് ലാസ്റ്റ് ആയിട്ട് ഒരു സെൽഫി എടുത്താലോ? അതുകൊള്ള ന്യൂ ജനറേഷൻ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെൽഫി എടുക്കും കൂടെ കൂടെ. സത്യത്തിൽ ഇതാണ് സാർ സംഭവിച്ചത്. ആ മൈക്കിളിനോടൊപ്പം നിന്ന് സെൽഫി എടുത്തതാണ് ഇതിനൊക്കെ കാരണം. ഞാൻ നിരപരാധിയാണ് സാർ. തൽക്കാലം താൻ വയ്ക്കോ. പക്ഷെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. SI സാറ് വിളിക്കുമ്പോ എത്തിക്കോണം. പേരും വിലാസവും നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് പോ. ശങ്കരൻകുട്ടി, അനാമിക പ്രോഗ്രാം. ഓരോന്ന് വലിഞ്ഞേറി വന്നോളും മനുഷ്യനെ മെനക്കെടുത്തിക്കാനായിട്ട്. ഇനി വൈകിയാൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കൊന്നും
ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനാ? അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് അവരെ കൂടി അവിടുന്ന് കടത്തി നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചാൽ തരാമെന്ന് പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. വേണമെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തലൂടിയാവാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധി? അവന്മാരെ പിടികൂടാൻ 1000 പദ്ധതികൾ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് രാവിലെ മുതൽ ചുറ്റിക്കളിയുമായിട്ട് നടക്കുകയല്ലേ നീ? എന്റെ ഭായി, രാവിലെ തന്നെ മനുഷ്യനെ കൊതിപ്പിക്കാതെ. കാര്യങ്ങളുടെയും നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു 2 ദിവസം, 2 ദിവസം ഞാൻ പൊക്കിയിരിക്കും. ഇനി അഥവാ പൊക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ തട്ടിയിരിക്കും. പടച്ചോനാണ് ഞാൻ തട്ടിയിരിക്കും, തീർച്ച. 2 ദിവസം കൂടി ഞാൻ നോക്കും. ഇല്ലെങ്കിൽ തട്ടിയിരിക്കും. പടച്ചോനാണ് തട്ടിയിരിക്കും നിന്നെ. ഓൾ ഇന്ത്യ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കേരളവും. തീരുമാനം ഏതാനും ദിവസങ്ങൾക്കാവും. കേരളത്തിൽ നിന്നും കോളേജ് വിദ്യാർത്ഥിയായ മൈക്കിളിനെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പത്രത്തിൽ. ഞാൻ വായിച്ചു. നിനക്കെന്ത് തോന്നുന്നു? അത് തേങ്ങാ കൊല. എടാ, ഇനി അവനെ തേടി പിടിക്കാൻ എല്ലാവർക്കും ഉത്സാഹം കൂടും. നമുക്കത് തടയണം. ശരി വാപ്പ. പക്ഷേ അവൻ അങ്ങനെയൊന്നും പുറത്തു വരില്ല. അവന്മാരെ വിശ്വസിക്കാം, ചതിക്കില്ല. നിങ്ങൾക്കൊന്നും കണ്ണിച്ചോരയില്ലാണ്ടായല്ലോ. ഇല്ല, നിന്റെ ഈ കൈവശം ഉണ്ടോ കുറച്ച് ചോര തരാൻ? ദേ എന്റെ സ്വഭാവം മാറ്റിയുണ്ടല്ലോ. കെട്ടിയാളൊന്നും ഞാൻ നോക്കില്ല. ഡാ, ആ ഹരിചന്ദ്രനെ വിളിക്കടാ. അതാരാ പാപ്പ? നിന്റെ ഉമ്മാടെ 2ാം കെട്ടുകാരൻ. വിളിക്കടാ SI. ഹലോ. ഓ എന്റെ ഗ്രാൻഡ്മാ, അങ്കിളെ, നിങ്ങൾ രണ്ടാളും എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? പറഞ്ഞു കൊടുക്കടി സോണിയ. അയ്യടാ, നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. എന്നാ കേട്ടോ, ഡാൻസിന്റെ കാര്യത്തിൽ ഐ ഹാവ് നോ ലിമിറ്റ്സ്. ഡാൻസിൽ അഖില ലോക പ്രശസ്തനാവണം എനിക്ക്. ദേ, ഫേസ് ഓഫ് ഡാൻസ് സീസൺ 5 വരാൻ പോവാ. ഇന്ത്യയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 4 പേർ, 4 സ്റ്റേറ്റ്സിൽ നിന്ന്. അതിൽ 4-1 ഞാനായാലേ, അതിൽ വിൻ ചെയ്താലേ അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ ആയിരിക്കും കോമ്പറ്റീഷൻ. അതിൽ ഞാൻ ജയിക്കും, അല്ലേടി? നീ അതിലേക്ക് വിജയിക്കും മോനെ. നീ ഞങ്ങളുടെ മൈക്കിൾ ജാക്സൺ അല്ലേ? നീ അമേരിക്കയിലേക്ക് പോകുമ്പോഴേ ഇവളെ കൂടി കൂട്ടിക്കോ. ഇവിടെ മമ്മിയും ഡാഡി ഏൽപ്പിക്കേ. വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റാൻഡേർഡ് വിട്ടു പോലെ ഗ്രാൻഡ്മാ. ഡാ മൈക്കിളെ, നീ പറഞ്ഞതൊക്കെ നീ നേടിയിരിക്കും. ഞാനാ പറയുന്നത്. യാ, യു ആർ കറക്റ്റ്. എന്റെ സ്റ്റെപ്പുകൾക്ക് ചടുലതയുണ്ടാവുന്നത് നിന്റെ ഈ പവർഫുൾ വാക്കുകളാ. പിന്നെ മതി മതി എന്നെ പുകഴ്ത്തിയത്. ഇതിൽ നീ വിജയിക്കും. യു ആർ ദ വിന്നർ, യു മസ്റ്റ്. ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നത്? മിണ്ടാ പൂച്ചേ, നീയെല്ലാം കേട്ടു അല്ലേ? വാടി. കേട്ടാൽ എന്താ, നല്ല കാര്യല്ലേ കേട്ടത്. അതൊരു തെറ്റാണോ മൈക്കിൾ? അല്ലാ, എന്റെ പടച്ചോനെ, ഒരു തെറ്റുമില്ല. ബാ. എന്താണ് നീ ഇത്ര താമസിച്ചേ? കപ്പലിന്റെ മുട്ടായിക്കല്ല നീ വിളിച്ചു പറഞ്ഞത്. എന്റെ സ്ഥാനമില്ലായിരുന്നു. പിന്നെ ഇത് സംഘടിപ്പിക്കാൻ കുറെ പാടുപെട്ടു. താങ്ക്സ് ഡാ. നിനക്കിടെ ഇത്തിരി കൂടുന്നുണ്ട്. പോടാ. എടി, നിനക്ക് സാധനം വേണമെങ്കിൽ ഇനി എന്നെ വിളിച്ചാ മതി. ഓ, മക്കള് ചെല്ല്. ആരാ? ശശാങ്കനാണ്. കേറി വാ ചേട്ടാ. സാറവിടെ? ചേട്ടൻ മുകളിലാ. ചേച്ചിയോ? ചേച്ചി മുകളിലാ.
ഇതെന്താ കയ്യില്? ഇതേ കുറച്ച് ഫാഷൻ ഫ്രൂട്ട്സാ. ഓ, ഫ്രൂട്ട്സിലുണ്ടോ ഫാഷൻ ഒക്കെ? എന്തായാലും ഇവിടെ വേണ്ട. അതെന്താ അനസൂയേ? ഇനി ഞങ്ങള് പറഞ്ഞിട്ടാ ഇതൊക്കെ വാങ്ങിച്ചത്. വീട്ടുപണി എടുപ്പിച്ചു എന്നൊക്കെ പറയാനല്ലേ? ഏയ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. അനസൂയ പോയി സാറിനൊന്ന് വിളിച്ച് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത്യാവശ്യ കാര്യം പറയാനാണോ? എന്നാ ഞാൻ വിളിക്കാം. സാറേ, ചേച്ചി, ഓടി വായോ. എന്താ അനസൂയ ഒരു ഒച്ചയും ബഹളവും? ഇവളെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് ഇവളെ ഓളി വന്ന് കുറപ്പിക്കണം. സത്യം. എന്താ ശശാങ്ക? സാറിനെ പലതവണ മൊബൈലിൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹുസൈൻ സാഹിബ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. റെഡി റെഡി പോകാം. എന്താടാ നീ എവിടെ പോകുന്നു? നിങ്ങൾ എവിടെ പോകുന്നു? അവിടെ ഞാനും. ഞങ്ങൾ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോവല്ലോ, ഒരു അത്യാവശ്യത്തിന് പോവാ. ആഹാരം വേണ്ട, പുറം ലോകം ഒന്ന് ചുറ്റി കറങ്ങി വരണ്ടാന്ന് പറഞ്ഞില്ലേ? ചവിട്ടി കുടിക്കണേ. പറഞ്ഞ മനസ്സിലായി കാണിച്ചു തരാം. എല്ലായിടത്തും അവന്റെ ഒരു വിട്ടോടാ. ഹലോ, അവരിവിടുന്ന് തിരിച്ചു ആണോ? ഓക്കെ. എനിക്കറിയാം നിങ്ങൾ മൈക്കിളിനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആണ്. അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അവൻ ഈ കോളേജിനെ കിടിലം കൊള്ളിക്കും. അവൻ എന്റെയും കൂടി ഫ്രണ്ടാണ് മക്കളെ. എന്താ കുട്ടികളെ ഇത്? മൈക്കിളിനെ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ സമാധാനപ്പെടും. മൈക്കിൾ മോനെ കുറിച്ച് വിവരമില്ലതുണ്ടോ മക്കളെ? അത് തന്നെയാ ബഷീർക്ക ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒരു വിവരവും ഇല്ല ബഷീർക്ക. വിഷമിക്കാതെ മക്കളെ, മൈക്കിൾ മോൻ വരും. ഡാൻസിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും അവനെ ജയിക്കാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമായ എന്റെ മൈക്കിൾ മോന്. അവനും ശത്രുക്കൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ പടച്ചോനെ കാത്തോളെ. നീ ഫർഹാനയുടെ വീട്ടിൽ പോയിരുന്നു? അത് വലിയ പ്രശ്നമൊക്കെ. എനിക്ക് അവരെ ഒന്നും പേടിയില്ല. എന്നാ നീ കേട്ടോ, ഫർഹാനയുടെ കല്യാണം നിശ്ചയിച്ചു. ബന്ധത്തിലുള്ള ഒരു ചെറുക്കനാണെന്നാ കേട്ടത്. പക്ഷെ സോണിയ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എനിക്ക് അവളെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അത് പോട്ടെ, എന്താ നിന്റെ അടുത്ത പരിപാടി? ആദ്യം ഞാൻ ഫർഹാനെ ഒന്ന് വിളിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല അവളെ കിട്ടുമെന്ന്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവസാനം മൈക്കിളിന് ഫർഹാനെ ലൈനിൽ കിട്ടി. ഹലോ, ഫർഹാന. ഫർഹാന, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. പേടിക്കണ്ട, ഞാൻ വരും നിന്നെ കൊണ്ടുപോവാൻ. ധൈര്യമായിട്ടിരിക്കേ, ഓക്കെ? എന്താണ് നിന്റെ പ്ലാൻ? നീ കേട്ടില്ലേ? ഞാൻ അവളെ കൊണ്ടുവരും, എന്നിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യും. ഞാൻ പോട്ടെ, ആ രേവതി ടീച്ചറിന്റെ വീട്ടിൽ പ്രാക്ടീസ് ഉണ്ട്. ബൈ. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഫർഹാനയുടെ വീട്ടിലേക്ക് പോകുമെന്ന് അവൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ടില്ലെന്ന് അവള് പറഞ്ഞ്. മോള് വിഷമിക്കാതെ, ഉമ്മുമ്മയല്ലേ പറയുന്നേ. ഞാൻ എടാ മക്കളെ, ഒന്ന് നിന്നേ. നിങ്ങൾ പുറത്തു പോവാണെങ്കിൽ ഇവളെ കൂടെ ആ സോണിയുടെ വീട്ടിലേക്കൊന്ന് ആക്കിയേരെ. അതെന്തിനാ? പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇവളുടെ മനസ്സൊന്ന് തണുക്കട്ടടാ മക്കളെ. ഇക്ക, എനിക്ക് 1-2 നോട്ട്സ് അവളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നോട്ട്സ് കളക്ട് ചെയ്യണ്ട. അവളുടെ വരട്ടടാ മക്കളെ. ഉമ്മയൊന്നും മിണ്ടാണ്ടി. ഇവളുടെ നിക്കാഹ് കഴിഞ്ഞ് അജ്മലുമായി പുറത്തു പോയാ മതി. തൽക്കാലം കോളേജ് മാത്രം, അതും ഞങ്ങളോടൊപ്പം.
അതെ, നിങ്ങളുടെ സമ്മതം ഒന്ന് വേണ്ട വെക്ക്. ഓ, ഒരു പുതിയ ഭരണകർത്താക്കൾ വന്നിരിക്കുന്നു. എന്റെ മോള് വിഷമിക്കണ്ട. ബാപ്പയോട് പറഞ്ഞ് ഉമ്മുമ്മ സമ്മതം വാങ്ങാം. ശരി, നടക്ക്. അങ്കിൾ സോണിയയില്ലേ? ഉണ്ട്, അവള് മോളില്ല. അങ്ങോട്ട് പോകണ്ട, അതവക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാം. സോണിയ, മോളെ സോണിയ. എടി, അതിന് നീ ഇത്ര വിഷമിക്കുന്ന എന്തിനാ? ഞങ്ങളില്ലേ നിന്റെ കൂടെ? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇവിടെ വരെയായി. ഒടുവിൽ ആ അജ്മലുമായി എന്റെ കല്യാണം നടന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങളില്ലേ നിന്റെ കൂടെ. ഞങ്ങൾ എന്തിനാ നിന്റെ കൂടെ? നിന്റെ പുതിയ ആപ്പിള ഉണ്ടല്ലോ. പൊടി. ഏയ് ഫർഹാന, ഡോണ്ട് ക്രൈ. അവള് ചുമ്മാ പറഞ്ഞതാ. എനിക്കറിയാം എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ മരിക്കാൻ പോവാ. അപ്പൊ മൈക്കിൾ തിരിച്ചു വന്നാ നിന്റെ പ്രേതത്തെ കിട്ടുവോ? പ്രേതത്തെ കെട്ടാൻ പറ്റുമോ? പിന്നെ പുതിയൊരു നിയമം വരെ പോവാ. ഇവനെന്താ ചെവി കേട്ടൂടെ? എത്ര നേരമായിട്ട് നിന്നെ ഞാൻ വിളിക്കുന്നു സുബൈറേന്ന്. ഓ സുബൈർ, ഞാനതങ്ങ് മറന്നു. ഓ കൊള്ളാം നിന്റെ ഒരു മറവി. ദേ വേഗം കഴിച്ചിട്ട് അങ്ങ് വന്നേ, കുറച്ച് ജോലിയുണ്ട് അപ്പുറത്ത്. ഇനി എന്തേലും വേണോ സുബൈർക്ക? ഇനിയൊന്നും വേണ്ട. മൈക്കിളിന്റെ ഫർഹാനയുടെ നിക്കാഹിന് നല്ലൊരു ബിരിയാണി തന്നാ മതി. അതിന് മൈക്കിളുമായിട്ടുള്ള നിക്കാഹ് നടക്കുവോ? എനിക്ക് ഉറപ്പുണ്ട് കുട്ടി, നിന്റെ നിക്കാഹ് മൈക്കിളുമായിട്ടേ നടക്കൂ. നീ ധൈര്യമായിട്ടിരിക്കും. ഫർഹാന, എന്താ ഒരു ചിരി? ദുബായിലാണെന്ന് അറിഞ്ഞു. ദുബായിൽ എവിടെയാ? കൈ കഴുകിട്ട് പറയാം. ഇവനാരുടെ ബാബു? അതിനിപ്പോ കൈ കഴുകാതെ പറഞ്ഞുകൂടെ? ദുബായിൽ എവിടെയാണെന്നാ പറഞ്ഞത്? അതറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പോകണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല, അവിടെ തന്നെ ഒന്നും. പക്ഷേ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എവിടെ ഒളിപ്പിച്ചു? കഴുത്ത് ഞെരിച്ചു കൊന്നോ അതോ കത്തിച്ചോ? ഒറ്റയ്ക്കാണോ അതോ സഹോദരങ്ങൾ ചേർന്നാണോ? ബാപ്പയ്ക്കും ഇതിൽ പങ്കുണ്ടോ? എല്ലാത്തിനുമുള്ള മറുപടിയും കിട്ടും. കിട്ടിയിട്ടേ ഞാൻ മടങ്ങൂ. हाँ बोलिए साहब, वो दोनों के बारे में जानकारी मिला है, लेकिन माल के बारे में कुछ पता नहीं। जरूर जरूर कोशिश करेगा साहब. ठीक है. കോശി സാറാണോ? ഏത് കോശി സാറ്? അല്ല, അവസാനം പറയുന്ന കേട്ടു. നീ എന്റെ കൂടെ നടന്നിട്ട് ഇതുവരെ ഹിന്ദി പഠിച്ചില്ലല്ലോ ബേവക്കൂ. മാർട്ടിൻ സാറാ വിളിച്ചത്. ഓഹോ. അവന്മാരെ കണ്ടെത്തിയ സ്ഥിതിക്ക് ചരക്കെവിടെയാണെന്ന് കൂടി കണ്ടെത്തണം. മനസ്സിലായോ? അത് മനസ്സിലായി. പിന്നെ സേഠ്ജി, അത് കണ്ടുപിടിക്കുന്നവരെ ഇവിടുന്ന് കുറച്ച് ചിക്കിലി ഒപ്പിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ബോംബെ തീമാണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മാർക്കറ്റാ. ഒരു കോളത്തിട്ടുണ്ട്, പിടിച്ചാലോ? ശരി, പിടിച്ചോ പിടിച്ചോ. ഇവരാണ് ഞാൻ പറഞ്ഞ പാർട്ടി, ബോംബെ ടീമാ. ഇവരെ വിശ്വസിക്കാമോ അജ്മലെ? നമുക്ക് നോക്കാം. അവരെ വിളിക്കേ. ഇതറാവോ?
ഞങ്ങൾക്ക് മലയാളം അറിയാം. ഹുസൈൻ സാഹിബ് വന്നില്ല. മാർട്ടിൻ സാർ ഹുസൈൻ സാഹിബിനെ കുറിച്ച് പറയാറുണ്ട്. കാം ബത്താओ ഓ ബി ജൽദി. മനസ്സിലായില്ലേ? കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞോളൂന്നാ. സബ് ടീക്ക് ഹോ ജായേഗാ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ ഓക്കെ ഡൺ. മൈക്കിളിനെ കാണാതായിട്ട് ഒരാഴ്ചയായി. പക്ഷേ ഒരു വർഷമായതുപോലെ തോന്നുന്നു. അവനിപ്പോ എവിടെയായിരിക്കും? എന്തായിരിക്കും അവന്റെ അവസ്ഥ? ഡാ, നീ എന്തിനു ഓരോന്ന് പറഞ്ഞ അവളെ കൂടി വിഷമിപ്പിക്കുന്നേ? ഹലോ. ആ എന്താ ശ്രുതി? നേരോ? നീ എങ്ങനെ അറിഞ്ഞു? ആ ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു ശ്രുതി. ഭ്രാന്താശുപത്രിയിൽ നിന്നെ കൊണ്ടുപോകാൻ വണ്ടി വരുമെന്നാ പറഞ്ഞേ? അല്ല. പിന്നെന്താ നിന്റെ സന്തോഷം? പറയാം. മൈക്കിളിനെ കുറിച്ചാണോ? Yes, you are correct. Face of Dance Fest Season 5. India's biggest dance battle on international level. എന്താണെന്ന് നീ ഒന്ന് തെളിച്ചു പറ. Best dancers from 4 different states. നിനക്ക് മനസ്സിലായില്ലേ? കേരളത്തിൽ നിന്ന് ഈ ഫെസ്റ്റിലേക്ക് നമ്മുടെ മൈക്കിളിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. ആ കോളേജ് വിദ്യാർത്ഥിയുടെ മിസ്സിംഗ് കേസ് എന്തായിടും? യെസ് സർ, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സർ. എടോ, ആ വിദ്യാർത്ഥിയെ കുറിച്ചുള്ള പുതിയ ന്യൂസ് താൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു സർ. ആ പയ്യന് സെലക്ഷൻ കിട്ടിയ കാര്യമല്ലേ? പക്ഷേ തനിക്ക് കിട്ടാൻ പോകുന്നത് സസ്പെൻഷനോ ഡിസ്മിസോ ആയിരിക്കും. അതിനു മുമ്പ് അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേ. സർ ഞാനത് സർ. ഹലോ. എന്താ സർ? കുന്തം SP ആയിരുന്നു ലൈനില്. മൈക്കിൾ ജാക്സൺ എന്തോ കുന്തം കിട്ടിയില്ലയോ? ഡാൻസ് കോമ്പറ്റീഷന് സെലക്ഷൻ കിട്ടിയിരിക്കല്ലേ സർ? ആണോ? അവന് വരാൻ താൻ പോവോ? എടോ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് കണ്ടുപിടിക്കണം. എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട്. നമുക്ക് അവരെ കൂടെ ചോദ്യം ചെയ്യാം. വാ. ഹായ് അനസൂയ. അല്ല, സാറെന്താ ഈ നേരത്ത്? എനിക്ക് ഈ വീട്ടിൽ വരുന്നതിന് സമയവും കാലവും നോക്കേണ്ട കാര്യമില്ല. അതില്ല. അല്ല, അനന്യയുടെ ക്ലാസ് കഴിഞ്ഞോ? ഇല്ല. വിളിക്കണോ? വേണ്ട, ക്ലാസ് നടക്കട്ടെ. പിന്നെ സാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതേ ചേച്ചിക്കും ഇവിടത്തെ സാറിനും ചെറിയൊരു സംശയമുണ്ട്. അല്ല, അനസൂന് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് പൂർണ്ണ വിശ്വാസോ പരിപൂർണ സമ്മതോ. എന്നാലേ എനിക്കിത് രണ്ടുമില്ല. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാനിവിടെ ഡാൻസ് പഠിക്കുന്ന അനന്യയുടെ ഭർത്താവ്, അല്ല അച്ഛൻ, കൊച്ചച്ഛൻ. ബന്ധമൊന്നും ചോദിച്ചില്ല, ഇനി ചോദിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ സാർ. ഇവനോട് ഞാൻ ചോദിക്കാം. വേണ്ട, ഇവന്റെ സഹോദരി കൂടെ വരട്ടെ, എന്നിട്ട് ചോദിക്കാം. അനസൂയെ, എന്തോ ആ അനന്യയും വിളിച്ചോണ്ടോ. അയ്യോ സാറേ, ഒരു സഹോദരന്റെ മുന്നിൽ വെച്ച് സഹോദരിയെ ചോദ്യം ചെയ്യല്ലേ? അത് ശരിയല്ലേ സാർ? അത് നിയമവിരുദ്ധമല്ലേ? ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ രക്തബന്ധമല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ രക്തം പരിശോധിപ്പിച്ചാലോ സാർ? സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവിടെ അടുത്തൊരു ലാബുണ്ട്. അവിടെ ആകുമ്പോൾ നമ്മൾ പറയുന്ന റിസൾട്ട് എഴുതി തരും. അത് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. വേണ്ട, നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട. ഇനിയെങ്കിലും സത്യം പറ, ആ കുട്ടി നീയായിട്ടുള്ള ബന്ധം എന്താ? സാർ, ഞാൻ പറഞ്ഞല്ലോ, അനന്യയുടെ അമ്മാവന്റെ അമ്മായിയുടെ. നുണ പറയാ, സത്യം പറ. പറയാം സാർ. സത്യം പറഞ്ഞ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ. ഹലോ. യെസ്. എവിടെ? നിങ്ങളാരാ? ഹലോ. എന്താ സാർ? മൈക്കിളിനെ കുറിച്ചുള്ള കാര്യ. താമ.
സർ, ഫർഹാനയ്ക്ക് മൈക്കിളിനെ കുറിച്ച് ആരോ മെസ്സേജ് അയച്ചിരിക്കുന്നു. അവശനായ മൈക്കിളിനെ ഒരിടത്തുനിന്ന് കണ്ടെത്തിയെന്ന്. ഒരു സ്ഥലപ്പേരും പറഞ്ഞു സർ. സ്ഥലമൊക്കെ എനിക്കറിയാം സാർ. എന്നാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? ആരോ എന്തോ പറഞ്ഞു എന്ന് കരുതി എല്ലാരും കൂടെ ചാടിക്കേറി ഇങ്ങ് പോകുന്നു, അതും ഇത്രയും ദൂരം. എന്നിട്ട് അവിടെ ചെന്നപ്പോ സൈക്കിളും ഇല്ല, മൈക്കിളും ഇല്ല. ഇതാരോ നിങ്ങളെ പറ്റിച്ചതാ. മതിയടാ കളിയാക്കിയത്. ഈ പിള്ളേരുടെ വിഷമം കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ എല്ലാവരും അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോ മൈക്കിളില്ലാന്ന് അറിഞ്ഞപ്പോ SMS കിട്ടി ഓടിപ്പോയതല്ലേ. ഇനി വീട്ടിൽ ചെല്ലുമ്പോ ബാപ്പാടെ ശരിക്കും കിട്ടും. എനിക്കും കിട്ടി. ഇളയ ചെറുക്കന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഏടാ ഒന്ന് നിർത്തടാ. നിർത്തി. ഇതിൽ നിന്നല്ല ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അതെന്താണ് സർ? മൈക്കിളിനൊന്നും സംഭവിച്ചിട്ടില്ല, അതുറപ്പാ. അതെ, അവനെ ഉടനെ തന്നെ ഞങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാരും ധൈര്യമായിട്ടിരിക്കും. ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. നിന്നെ ഞാൻ സമ്മതിച്ചോട്ടോ. ഇവനെന്ത് പറ്റി? വന്നേ ബോധമില്ല. പിടിച്ചേ, പിടിക്കേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വാ. കോമ്പറ്റീഷൻ ഡേറ്റ് അടുത്തുമല്ലേ? പ്രാക്ടീസ് തുടങ്ങണ്ടേ? നമുക്ക് വിൻ ചെയ്യണ്ടേ? വേണ്ടേ സോണിയ? മോള് വിഷമിക്കണ്ട, അവൻ സുഖം പ്രാപിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പൂർവാധിക ശക്തിയോടെ തന്നെ അവൻ തിരിച്ചു വരും. ഈ നാടിന്റെ അഭിമാനമല്ലേ അവൻ. ബാബ പള്ളിയിൽ പോയിട്ട് വരാം, അവന് വേണ്ടി ദുആ ചെയ്യാം. മതി. മൈക്കിൾ, മത്സരത്തിൽ പങ്കെടുക്കണ്ടേ? ഇനി ധൈര്യമായിട്ട് പ്രാക്ടീസ് തുടങ്ങാം. ഓക്കെ?
വാടി. മൈക്കിൾ, നീ ജയിച്ചടാ. യു ആർ ദ വിന്നർ. മൈക്കിൾ, മൈക്കിൾ. സോണിയ, സോണിയ, സോണിയ. ഡി സോണിയ.
ജോമനെ വാടാ. എന്ത് പറ്റി എന്റെ മോക്ക്? മോളെ സിസ്റ്റർ സോണിക്ക് ഒന്നും പറയാറായിട്ടില്ല. എന്തുപറ്റി? വണ്ടിക്ക് എന്തോ ട്രബിൾ. ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. ഓ വേണ്ട സർ, ഞാൻ ഓട്ടോ ഓടിച്ച് പോയിക്കോളാം. ബൈ സർ. ആ നീ എന്താ ഇവിടെ? നിന്നെ കണ്ടത് നന്നായി. എന്റെ വണ്ടിക്ക് എന്തോ ട്രബിൾ. എങ്കി വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ പിന്നെ ഫർഹാൻ എന്റെ വീട്ടിലുണ്ട്. അവൾക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. ആ എന്നാ കേറി. വാ. ജ്യൂസോ? കുടിച്ചു.
മൈക്കിളെ, ഡാ, നീ എവിടെയാന്നറിയോ? നിന്റെ സോണിയക്കരികിൽ. നിന്നെ ഞാനിങ്ങ് കൊണ്ടുവന്നു എന്റെ ഈ സാമ്രാജ്യത്തിലേക്ക്. എനിക്ക് നിന്നെ വേണം. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചു, സ്നേഹിക്കുന്നു. എന്താടാ നീ എന്നെ മനസ്സിലാക്കാതെ പോയത്? നീ മനസ്സിലാക്കാത്തത് എന്റെ തെറ്റാണോ? നീ പറയുമല്ലോ ഞാനൊരു മിടുക്കിയാണെന്ന്. നോ, ഞാനൊരു മണ്ടയാ, മരമണ്ടി. ഇല്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റേതാ, എന്റെ മാത്രം. ഇനി നീ ഇവിടെയാ, എന്നും എപ്പോഴും എന്നോടൊപ്പം. സോറി, സോറിടാ. ഡാ മൈക്കിളെ, നീ അറിഞ്ഞോ നിനക്ക് സെലക്ഷൻ കിട്ടി? മനസ്സിലായില്ലേ? ഫേസ് ഓഫ് ഡാൻസ് ബാറ്റിൽ കൊച്ചിയിൽ 4 നീയാടാ. നിനക്ക് ജയിച്ച അമേരിക്കയിൽ പോയി ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കണ്ടേടാ. ഈ സ്ഥിതിയിൽ നിനക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? നമുക്ക് ശരിയാക്കാം കേട്ടോ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകാൻ പോവാടാ. നിനക്ക് സന്തോഷായില്ലേടാ? ദേ നോക്ക്,
നിന്നെ ഞാൻ ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കും. നമുക്ക് ജയിക്കണ്ടേടാ. എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് ഞാനത് തീരുമാനിച്ചു. ഡാൻസിന്റെ ലോകത്തിലേക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ. പിടിച്ചേ, പിടിക്കേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. മൈക്കിൾ ജാക്സൺ, ഫർഹാന, അവർ ഒരുമിച്ചുള്ള ജീവിതം സന്തോഷകരമായി തന്നെ മുന്നോട്ടു പോയി. രവിയും കുമാറും അവരുടെ കുസൃതികളും പ്രശ്നങ്ങളുമായി പ്രയാണം തുടരുന്നു. മൈക്കിൾ ജാക്സൺ നൃത്തലോകത്ത് ഉയരങ്ങൾ കീഴടക്കിയപ്പോൾ മകനായ കൊച്ചു മൈക്കിൾ ഡാൻസിൻ്റെ ചുവടുകൾക്കായി പിച്ചവെക്കാൻ തുടങ്ങി.